കാരണം നമ്മൾ പലപ്പോഴും സംസാരിക്കുന്നതും നമ്മളുടെ കൂട്ടത്തിലായതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിന് അപ്പുറത്ത് എന്ത് നടക്കുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ പലപ്പോഴും നമുക്ക് കിട്ടാറില്ല എന്നുള്ളതാണ് ഒരു കാര്യം. ഒരാൾ ദൈവത്തിന്റെ കാറിന്റെ ടയർ പറഞ്ഞ് പൊടി ശേഖരിക്കാൻ വേണ്ടി തിക്കുകൂട്ടിയപ്പോഴാണ് 130 ആൾ മരിച്ചുപോയത്. അതുപോലെ തന്നെ വ്യവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്ന വ്യവസ്ഥ ഇതേപടി നിലനിന്ന അതുകൊണ്ട് ഗുണമുള്ള ആളുകളുണ്ട്, അവർ ആ വ്യവസ്ഥ മാറാനേ ആഗ്രഹിക്കില്ല. അതുകൊണ്ട് ആ വ്യവസ്ഥ നിലനിർത്താനും ഒക്കെ വിദ്യാഭ്യാസത്തെ പ്രയോജനപ്പെടുത്താം. വിദ്യാഭ്യാസത്തിലൂടെ ശാസ്ത്രബോധം ഉണ്ടാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരാണ് നമ്മൾ. എങ്കിലും ഇതുവരെ നടന്ന ശ്രമങ്ങളൊന്നും പാഴായി പോയിട്ടില്ല, ഉദ്ദേശിച്ചത്ര മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ പാഴായി പോയിട്ടില്ല എന്നുള്ള ഒരു പ്രതീക്ഷയുടെ പ്രതലം കൂടിയുണ്ട്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് വീണ്ടും ശാസ്ത്രബോധത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ആദ്യം ഇതിന് വേണ്ടിയിട്ട് സ്ലൈഡ് തയ്യാറാക്കിയിരുന്നപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത്, കോവിഡ് കാലത്താണല്ലോ നമ്മൾ ഈ ഓൺലൈൻ പരിപാടികൾ വ്യാപകമാവുകയും, അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഓൺലൈൻ പരിപാടികളുണ്ട് അതിലൊക്കെ കേൾക്കുക എന്നുള്ളൊരു ശീലമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് പരിചയമുള്ള ഒരു പേഴ്സണാലിറ്റി ട്രെയിനർ കൂടിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായ ആളൊരു ലിങ്ക് ഇട്ടു തന്നു. ഇന്ന് ഇവിടെ ഒരു ചർച്ച നടക്കുന്നു, പുതിയൊരു പ്രൊജക്റ്റാണ് കുട്ടികളെ ലോകത്തിനെ തന്നെ നയിക്കാൻ കഴിയുന്ന കുട്ടികളെ നിർമ്മിക്കാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് കേട്ടപ്പോൾ ഒരു പിടികിട്ടില്ല. അപ്പോൾ ഞാൻ കാത്തിരുന്ന് ആ സമയത്ത് ആ ഓൺലൈൻ മീറ്റിങ്ങിൽ കയറിയപ്പോൾ കോഴിക്കോടുള്ള ഒരു ഡോക്ടർ എന്ന മുന്നിലുള്ള ഒരാളാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഒരാളിങ്ങനെ സംസാരിക്കുക, അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മണ്ടത്തം പറയുകയും ചെയ്യുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാനും ഇയാൾ പറയുന്നത് തെറ്റായ കാര്യമാണല്ലോ എന്ന് തിരിച്ചറിയാനും വേണമെങ്കിൽ അതിനൊരു പ്രതികരിക്കാനും പറ്റും. പക്ഷെ ഒരാൾ വായ തുറന്നത് മുതൽ അത് തീരുന്നത് വരെ മണ്ടത്തരങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ അവിടെ നിസ്സഹായരാകും. അപ്പോഴാണ് നമ്മൾ ഇത്രയും കാലം ശാസ്ത്ര പ്രചാരണമൊക്കെ നടത്തിയതിൻ്റെയും ഇതിൻ്റെ ഭാഗമായി നിൽക്കുകയും ചെയ്തതിൻ്റെ ഒരു മറുപാതി ഉണ്ടല്ലോ എന്ന് അക്ഷരാർത്ഥത്തിൽ ഞാൻ കുറച്ചുകൂടെ അടുത്ത് തിരിച്ചറിയും. കാരണം നമ്മൾ പലപ്പോഴും സംസാരിക്കുന്നതും നമ്മളുടെ കൂട്ടത്തിലായതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിന് അപ്പുറത്ത് എന്ത് നടക്കുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ പലപ്പോഴും നമുക്ക് കിട്ടാറില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ അദ്ദേഹം പ്രധാനമായിട്ടൊന്ന് പറഞ്ഞ കാര്യം, ഈ പ്രസവം എന്ന് പറയുന്നത് സ്ത്രീകളുടെ ശരീരത്തെ മൊത്തത്തിൽ വിമലീകരിക്കുന്ന ഒരു പരിപാടിയാണെന്നും അതിന് ഈ ആധുനിക വൈദ്യശാസ്ത്രം വലിയ തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്നും പരമ്പരാഗതമായ രീതികളിൽ ഒരാളെ അത് എവിടെ വരെ എനിക്കറിയില്ല, എങ്ങനെയാണെങ്കിലും കുട്ടികൾ ഉണ്ടാകുന്ന ഒരു പരിപാലന രീതി കൊണ്ടുവന്ന് ലോകത്തെ നയിക്കാൻ കഴിവുള്ള 50 കുട്ടികൾ അദ്ദേഹം അങ്ങനെ അത്തരത്തിൽ ഉണ്ടാക്കാൻ പോകുക എന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് അത് തലകറങ്ങിപ്പോയി. അപ്പോൾ ഇടയിൽ ഇങ്ങനെ ഈ മോഡേൺ മെഡിസിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ അതിൽ കമന്റ് ഇട്ടു. രാജാവ് വരെ 35 വയസ്സിൽ മരിച്ചു എന്നൊരു കാലത്ത് നിന്ന് നമ്മൾ 70 വയസ്സ് ആയുർദൈർഘ്യമുള്ളൊരു കാലത്തേക്ക് എത്തിയതിന് കാണേണ്ടതുണ്ട്. അപ്പോൾ അദ്ദേഹം അതിന് മറുപടിയൊക്കെ പറയുമ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് പേഴ്സണൽ കോൾ വന്നു. ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല, ഇദ്ദേഹം സംസാരിച്ച് കഴിഞ്ഞ ശേഷം മാത്രമേ ചോദ്യം ചോദിക്കാവൂ. അപ്പോൾ ഞാൻ സംസാരിച്ച് കഴിഞ്ഞതിന് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഉടനെ ചെറുപ്പക്കാരനായ ഒരാൾ എന്നേക്കാൾ മുമ്പേ ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളിപ്പോൾ അടുത്ത് കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ, ഭാര്യ അടുക്കളയിൽ എന്തോ ചായ ഉണ്ടാക്കാൻ പോയ സമയത്തൊഴി ബാക്കി മുഴുവൻ സമയം ഞങ്ങൾ കേട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ സംശയം, ഈ നല്ല കുട്ടികളുണ്ടാകാൻ വേണ്ടി കിടപ്പുമുറി എങ്ങനെ ഒക്കെ ക്രമീകരിക്കണം എന്നതാണ് ഞങ്ങളുടെ ഒരു സംശയം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വളരെ പ്രായമുള്ള ഒരാൾ വന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചത്, നമ്മളുടെ ഈ പുരാതനമായിട്ടുള്ള ഇന്ത്യയിലുണ്ടായിരുന്ന വലിയ വിജ്ഞാനത്തിൻ്റെ ശേഖരം ഈ കൊളോണിയൽ അധിനിവേശ കാലത്ത് ഇവിടെ നിന്ന് മോഷ്ടിക്കപ്പെടുകയും വീണ്ടും ഇപ്പോൾ അത് തർജ്ജമ ചെയ്യാൻ വേണ്ടിയിട്ട് ചില താളിയോലകളൊക്കെ തിരിച്ചു വരുന്നത് ഗൂഢമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അതുമായിട്ട് എന്തെങ്കിലും കാര്യം നിങ്ങൾക്കറിയാമോ എന്നൊക്കെയാണ് ചോദിച്ചത്. ചുരുക്കി പറഞ്ഞാൽ അതിനകത്തുണ്ടായിരുന്ന പ്രായഭേദമന്യേ ഉള്ള ആളുകൾ മുഴുവൻ ഇതിനെ പിന്തുണയ്ക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കുകയും ഞാൻ അവിടെ നിന്ന് ജീവനെ കൊണ്ട് രക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് കഥ. അപ്പോൾ ഈ ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത്. അപ്പം അടിമുടി ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലും പലതരത്തിലുള്ള അനാചാരങ്ങളിലും ഒക്കെ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ മുലപ്പാടിനോടൊപ്പം തന്നെ പലവിധമായിട്ടുള്ള അശാസ്ത്രീയമായിട്ടുള്ള ബോധങ്ങൾ പേറി ജീവിക്കുന്ന ഒരു സാമൂഹ്യ യഥാർത്ഥം കൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്.
വിദ്യാഭ്യാസത്തിലൂടെ ശാസ്ത്രബോധം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിന് അങ്ങനെ ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നും കുറച്ച് പറയാൻ വയ്യ. രണ്ട് കാര്യമുണ്ട്. ഒന്ന് ഇതാണ് സാമൂഹ്യ സാഹചര്യം ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. രണ്ടാമത്തേത് എന്താണ് ശാസ്ത്രബോധം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് തന്നെ വലിയ തീർച്ചയില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ബോധം എന്താണ് എന്നും അത് ചരിത്രബോധം, സാമൂഹ്യ ബോധം, ലോകാവബോധം, ഞാൻ എന്ന ബോധം എന്നൊക്കെ പറഞ്ഞ് പലരും ബോധങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് തലച്ചോറുണ്ടാക്കുന്ന ഒരു ഇവോൾവിങ് പ്രോപ്പർട്ടി എന്നുള്ള നിലയിലൊക്കെ വളരെ കുഴപ്പം പിടിച്ച വിശദീകരണമാണ്. സാമാന്യമായി പറഞ്ഞ് പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ വളരെ പ്രയാസമുള്ളതായിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ എന്താണ് ശാസ്ത്രബോധം എന്നൊക്കെ വിശദീകരിക്കാൻ പോലും ഒരർത്ഥത്തിൽ പ്രയാസമുണ്ട്. മറ്റൊരു കാര്യം, സാമാന്യ ബോധം പലപ്പോഴും ശാസ്ത്രബോധമായിട്ട് തെറ്റിദ്ധരിക്കുന്നത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കാരണം സമൂഹമാകെ എന്നതിനേക്കാൾ നമ്മുടെ തലച്ചോറ് തന്നെ ശാസ്ത്രബോധത്തിനെതിരാണെന്നുള്ളൊരു പ്രശ്നവും ഉണ്ട്. കാരണം തലച്ചോറിന് പൊതുവെ ഊർജ്ജം കൂടുതൽ ചെലവാക്കാൻ ഒരു താല്പര്യമില്ല. പെട്ടെന്ന് തീരുമാനമെടുക്കാനാണ് തലച്ചോറ് എപ്പോഴും, അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മുടെ വ്യവസ്ഥ ശ്രമിക്കുക. അത് പരിണാമപരമായിട്ടുണ്ടായിട്ടുള്ളത് അതിജീവനത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളൊരു പ്രത്യേകതയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കുമ്പോൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള, സുരക്ഷിതമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. അത് പലപ്പോഴും മെജോറിറ്റിയുടെ, ഭൂരിപക്ഷത്തിന്റെ തീരുമാനത്തോട് ചേർന്ന് നിൽക്കാൻ ആളുകൾ ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ലക്ഷക്കണക്കിന് ആളുകളൊക്കെ ഈ ആൾദൈവങ്ങൾക്കൊക്കെ പിന്തുടർച്ചക്കാരുണ്ടാകുന്നത് അല്ലേ. കഴിഞ്ഞ ദിവസം ഒരാൾദൈവത്തിന്റെ കാറിന്റെ ടയർ പറഞ്ഞ് പൊടി ശേഖരിക്കാൻ വേണ്ടി തിക്ക് കൂട്ടിയപ്പോഴാണ് 130 ആൾ മരിച്ചുപോയത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതൊന്ന് ഉൾക്കൊള്ളാൻ പ്രയാസം തോന്നും. പക്ഷേ ഒരു കാര്യം അതാണ്, ഒന്നതുണ്ട്. അപ്പോൾ ഈ പോപ്പുലിസം എന്ന് നമ്മൾ വിളിക്കുന്ന, പെട്ടെന്ന് ഒരു കുളമ്പടി ശബ്ദം കേട്ടാൽ അത് കുതിരയാണെന്ന് വിചാരിക്കാനേ നമ്മൾ ഇഷ്ടപ്പെടുള്ളൂ. അത് സീബ്രയാവാനുള്ള സാധ്യത ഉണ്ടോ എന്നൊക്കെ ആലോചിച്ച് സമയങ്ങളെ പരിണാമപരമായിട്ട് തലച്ചോറിന് ഒട്ടും താല്പര്യമില്ല. എനർജി ഏറ്റവും കുറച്ച് ഉപയോഗിക്കുക, ഏറ്റവും പെട്ടെന്ന് തീരുമാനം എടുക്കുക, അതും ഏറ്റവും സേഫ് ആവാൻ സാധ്യതയുള്ള തീരുമാനം എടുക്കുക. അപ്പോൾ ഒരു പൊതുബോധത്തിനോടൊപ്പം നിൽക്കുക എന്നത്, പൊതുബോധത്തിനോടൊപ്പം നിൽക്കുക എന്നത് നമ്മളുടെ എല്ലാ സമൂഹങ്ങളുടെയും എല്ലാവരുടെയും പ്രത്യേകതയാണ്. അത് പരിണാമപരമായിട്ടും തലച്ചോറും നമുക്കെതിരാണ്. അപ്പോൾ നമ്മുടെ തലച്ചോറും നമ്മുടെ സമൂഹ മസ്തിഷ്കം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നമ്മളെല്ലാം പങ്കുവയ്ക്കുന്ന ഒരേ തരത്തിൽ പരിണമിച്ചു വന്നിട്ട തലച്ചോറാണ്. അപ്പോൾ ആ സമൂഹ മസ്തിഷ്കം ആകെ ഉണ്ടാക്കുന്ന അന്തരീക്ഷവും ശാസ്ത്രബോധം എന്നുള്ള സങ്കല്പത്തിന് തികച്ചും എതിരാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക പ്രശ്നം. അപ്പോൾ അവിടെ ഒന്നുകൊണ്ടാണ് നമ്മൾ വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ട്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ പ്രത്യേകിച്ചും പൊതുവിദ്യാഭ്യാസത്തിൽ നമുക്ക് കിട്ടുന്ന വളരെ ചുരുങ്ങിയ സ്പേസിൽ നിന്നുകൊണ്ട് ഈ വലിയൊരു സംഗതി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ആശയം ചർച്ച ചെയ്യുന്നു. എന്നാണെങ്കിലും പാഠ്യപദ്ധതിയിൽ ഗംഭീരമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പണ്ടേ പറഞ്ഞു പോരുന്നുണ്ട്. അത് നമുക്കറിയാം. അത് ഓരോന്നായിട്ട് ഇവിടെ എടുത്ത് വീണ്ടും ചർച്ച ചെയ്യേണ്ടതില്ല. ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, നമ്മുടെ കുട്ടികളെ കേന്ദ്രീകരിച്ചിട്ടുള്ളതും റൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ളൊരു വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടായി വന്നത് ആരുടെയും പെട്ടെന്നുള്ളൊരു ഔദാര്യം കൊണ്ടല്ല. അത് ലോകമാകമാനം ഉണ്ടായിട്ടുള്ള മനുഷ്യൻ്റെ എന്താ പറയുക തുല്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള അവകാശ പോരാട്ടങ്ങളുടെ തുടർച്ചയായിട്ട് വന്നതാണ്. അങ്ങനെയാണ് ഈ നാളത്തെ പൗരന്മാരെ വാർത്തെടുക്കൽ എന്നുള്ള സങ്കല്പത്തിൽ വിദ്യാഭ്യാസം മാറിയത്. നാളത്തെ പൗരന്മാരെ വാർത്തെടുക്കലിനകത്ത് രണ്ട് തെറ്റുണ്ട്. ഒന്ന്, പൗരന്മാർ എന്ന് പറയുന്നിടത്തൊരു ജെൻഡർ പ്രശ്നമുണ്ട്. ഇപ്പോൾ നമ്മൾ പൗരർ എന്നാണ് പത്രങ്ങൾ പോലും ഉപയോഗിക്കുന്ന വാക്ക്. രണ്ടാമത്തേത്, ഭാവിയിലെ അല്ല, ഇപ്പം തന്നെ ആളുകൾ എല്ലാവരും ചെറിയ മനുഷ്യരും അവകാശങ്ങളും അതൊക്കെ ഉള്ളവരാണ്. അപ്പോൾ ആ ഒരു മാറ്റം ഉണ്ടായത് പെട്ടെന്ന് സുപ്രഭാതം സംഭവിച്ചതോ ഏതെങ്കിലും സ്ഥാപനങ്ങളുടെ നടത്തിപ്പുകാരായിട്ടുള്ള അധികാരികൾ കനിഞ്ഞു കൊടുത്തതായിട്ടുള്ള ഔദാര്യത്തിന്റെ ഭാഗമായിട്ടല്ല, ലോകമെമ്പാടും നടന്ന മനുഷ്യന്റെ തുല്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള അവകാശ പോരാട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ നിന്നാണ് അത് രൂപപ്പെട്ടു വന്നത് നമുക്കറിയാം. പക്ഷെ അപ്പോഴും ഒരു വലതുപക്ഷ മനസ്സുള്ള ആളുകളാണ് പൊതുവെ എല്ലാവരും. അതുകൊണ്ട് ഈ ശ്രമങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാനുള്ള എല്ലാ തടസ്സങ്ങളും എല്ലാം എപ്പോഴും നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടേയിരിക്കും. അതിനെ നിരന്തരമായിട്ട് അതിനോട് പോരാടുക, അതിജീവിക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള നവോത്ഥാനത്തിന്റെ തുടർച്ച തന്നെയാണ് അല്ലേ. നമ്മൾ അനിൽ മാഷൊക്കെ പലപ്പോഴും പ്രസംഗം പറയാറുണ്ട്, നവോത്ഥാനം എന്ന് പറയുന്നത് 19ാം നൂറ്റാണ്ടിൽ തീർന്നു പോയൊരു പ്രസ്ഥാനമല്ല, അവസാനത്തെ മനുഷ്യന് ഒരു തുല്യതയൊക്കെയുള്ള ഒരു സമൂഹം ഉണ്ടാകുന്നിടത്തോളം നവോത്ഥാനം തുടരും എന്ന് അല്ലേ. ശിലായുഗം അവസാനിച്ചത് കല്ല് തീർന്നു പോയതുകൊണ്ടല്ലല്ലോ, മനുഷ്യൻ കൂടുതൽ മെച്ചപ്പെട്ട സാമൂഹ്യാവസ്ഥയിലേക്ക് മുന്നേറിയതുകൊണ്ടല്ലേ. അപ്പോൾ ഇന്ന് മറ്റു തരത്തിലുള്ള തുല്യതയെ സംബന്ധിച്ച പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ നവോത്ഥാനം മറ്റൊരർത്ഥത്തിൽ തുടരും. അതുകൊണ്ട് ഒരു തരത്തിൽ പൊതുവിദ്യാഭ്യാസം ഇപ്പോൾ പക്ഷത്ത് നിൽക്കുന്ന ഒരു അർത്ഥത്തിൽ നവോത്ഥാനത്തിന്റെ തുടർച്ചയുടെ ഭാഗമാകുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ, ഈ ദർശനങ്ങളൊക്കെ 10-30 കൊല്ലമായി നമ്മളുടെ എല്ലാ വിധത്തിലുള്ള അച്ചടിച്ചതും അല്ലാത്തതും ആയിട്ടുള്ള ഡോക്യുമെന്റുകളുടെയൊക്കെ ഭാഗമായിട്ടുണ്ട്. എങ്കിലും
എവിടെയാണോ ഇത് പ്രാക്ടീസ് ചെയ്യപ്പെടേണ്ടത്, എവിടെയാണോ അക്ഷരാർത്ഥത്തിൽ ഇത് പ്രവർത്തിക്കേണ്ട സ്ഥലത്ത് ഇത് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. നമുക്കറിയാം, അതാണ് നമ്മുടെ തടസ്സം. യഥാർത്ഥത്തിൽ ഇത് എവിടെയാണോ പ്രവർത്തിക്കേണ്ടത് അവിടെ എത്തുമ്പോൾ ഇത് പരാജയപ്പെടുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ അവസാനമായിട്ട് കഴിഞ്ഞ വർഷം ഒരു KCF പുറത്തിറക്കുകയുണ്ടായി, കേരള കരിക്കുലം ഫ്രെയിംവർക്ക്. 90-കൾ മുതലുള്ള നമ്മളുടെ ശ്രമങ്ങളുടെ തുടർച്ചയാണ്. പല കാര്യങ്ങളും ആവർത്തനമാണ്. നമ്മൾ NCF വന്നപ്പോഴും ആളുകൾ നമ്മൾ പറഞ്ഞ ഒരു വിമർശനം അതായിരുന്നു. കൊത്താരി കമ്മീഷനിൽ പറഞ്ഞത് അധികമായിട്ട് പോസിറ്റീവായിട്ട് ഇതിൽ വേറൊന്നുമില്ല, ബാക്കിയുള്ളതെല്ലാം ഒളിപ്പിച്ചു വെച്ചതും പറയാതെ പോകുന്നതും ഹിഡൻ അജണ്ട എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിലൊന്നും ഒരുപക്ഷെ KCF വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നാം, അങ്ങനെ പറയാം. അപ്പോൾ ഒരർത്ഥത്തിൽ നടപ്പിലാകാത്ത പാഠ്യപദ്ധതി തന്നെയാണ് പരിഷ്കരിച്ചുകൊണ്ടേയിരിക്കുന്നത്. SCRT മറ്റോ നടന്നൊരു മീറ്റിങ്ങിൽ KNG ഒരിക്കൽ പറഞ്ഞു, ഇത് എന്തെങ്കിലും ചില കാര്യങ്ങൾ നടന്നത് പ്രൈമറിയിലാണ്. UP തലത്തിലെത്തിയപ്പോൾ ആളുകൾ ഇതിനെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്, കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട്. ഹൈസ്കൂളിലാകുമ്പോൾ കേട്ടിട്ടുണ്ട്, ഹയർ സെക്കൻഡറി എത്തുമ്പോൾ ഞങ്ങളിത് കേട്ടിട്ട് പോലുമേ ഇല്ല. കോളേജ് തലത്തിൽ വേറൊരു തരത്തിലാണ് തീർച്ചയായും നടക്കുന്നത്. അപ്പോൾ ഇത്ര കാലം കൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നടപ്പിലാകാത്ത പാഠ്യപദ്ധതി തന്നെ പിന്നെ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണോ പ്രവർത്തിക്കേണ്ടത് അവിടെ ഇത് പ്രവർത്തിക്കുന്നില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ പതിവ് പോലെ ഈ KCF-ലും ശാസ്ത്രീയ മനോഭാവത്തെക്കുറിച്ച്, സയൻറ്റിഫിക് ടെമ്പർമെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. KCF-ന്റെ മുന്നോട്ട് വെക്കുന്ന 16 ലക്ഷ്യങ്ങളിൽ 9ാമത്തെ ലക്ഷ്യം ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ശാസ്ത്രീയ മനോവൃത്തിയെ കുറിച്ചിട്ടാണ്. ആ ഭാഗമാണ് ഞാനിവിടെ ഒന്ന് അല്പം വലുതാക്കി കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇക്കാര്യമൊക്കെ നമ്മളുടെ രേഖകളിൽ കൃത്യമായിട്ട് കുറച്ചുകൂടിയൊക്കെ വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ മാറിയിട്ടുണ്ടാവുന്നേ ഉള്ളൂ. ഒന്നുകൂടി ഒന്ന് വാചകഘടനയിലൊക്കെ മാറ്റം വരുത്തി കാര്യങ്ങൾ നമ്മൾ തുടർന്ന് പോരുന്നുണ്ട്, ഒരു ആചാരം പോലെ തുടരുന്നുണ്ട്. പിന്നെ നമുക്കറിയാം, നമ്മളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള നമ്മളുടെ ഒരു ദർശനമൊക്കെ രൂപപ്പെട്ടു വന്നത് പല ചിന്തകളിൽ ചേർന്നിട്ടാണ് എന്നറിയാം. ഓരോരുത്തരും പറഞ്ഞതിനെക്കുറിച്ച് പ്രത്യേകം എടുത്ത് പറഞ്ഞില്ലെങ്കിലും ഇതെല്ലാം പരിശോധിച്ച് നമ്മൾ അവസാനം എത്തിച്ചേരുന്നത് കുട്ടിയെ അംഗീകരിക്കുന്നതും കുട്ടിയെ അറിയുക എന്നുള്ള ഒരു ആശയത്തെ കേന്ദ്രീകരിക്കുന്നതും കുട്ടികളുടെ വിവിധങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ കുട്ടികൾക്ക് നൽകിക്കൊണ്ട് അവർക്ക് അറിവ് നിർമ്മിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്ന തരത്തിൽ ആസൂത്രണം ചെയ്യപ്പെടേണ്ടതും ഒക്കെ ആയിട്ടാണ് വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നാണ് ഇതെല്ലാം ചേർത്ത് വായിച്ചാൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അവിടെ നമുക്കറിയാം, എല്ലാ കുട്ടികൾക്കും കഴിവുകളുണ്ട്. ഒരാളും കഴിവില്ലാത്ത ആളുകളല്ല. അപ്പോൾ ഒരു കുട്ടിയുടെ ഉള്ളിലുള്ള കഴിവ് എന്ത് എന്ന് കണ്ടെത്താൻ ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ സാധിക്കുന്ന ഒരു സ്ഥാപനം എന്ന് പറയുന്നത് സ്കൂളും അതിന് പറ്റുന്ന ഒരാളെന്ന് പറയുന്നത് ആ കുട്ടിയുമായിട്ട് ഇടപഴകുന്ന ടീച്ചറുമായിരിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഓരോ കുട്ടിയുടെയും കഴിവുകളെ കണ്ടെത്താനും വികസിപ്പിക്കാനുമുള്ള ഒരു സൗകര്യം എന്ന അർത്ഥത്തിലാണ് വിദ്യാഭ്യാസം മാറേണ്ടത് എന്ന കാര്യത്തിൽ നമുക്ക് ഒരു തർക്കമില്ല. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യങ്ങൾ, ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പൊതുസ്ഥാപനം എന്ന് പറയുന്നത്. ഇല്ലായിരുന്നെങ്കിൽ കേവലം ആശയം ആർജിക്കാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ നമുക്ക് ഡിജിറ്റൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ റോബോട്ട് ടീച്ചേഴ്സിൻ്റെ മതിയായിരുന്നു. അങ്ങനെ പോരാതെ വരുന്നതിൻ്റെ ഒരു കാരണം വൈകാരികവും സാമൂഹികവുമായ വികാസം കൂടി അക്കാദമിക വികാസത്തോടൊപ്പം വളരെ പ്രധാനമാണ് നമ്മൾ കരുതുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ഇത് ജീവിതത്തിലെ പ്രധാന പാഠങ്ങളൊക്കെ യഥാർത്ഥത്തിൽ പ്രീ സ്കൂളിൽ നിന്ന് നമ്മൾ പഠിക്കും അല്ലേ. കാരണം ഷെയറിങ് ഈസ് കെയറിങ്, പങ്കുവെക്കണം അല്ലെ. ഒരു സാധനം എടുത്താൽ അവിടെ തിരിച്ചു വെക്കണം, നിങ്ങളുടെ വേസ്റ്റിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ്. പിന്നെ ആരെയും വേദനിപ്പിക്കാൻ പാടില്ല, അറിയാതെ ആരോടെങ്കിലും വേദനിപ്പിച്ച് അവരോട് ക്ഷമ പറയണം, കാത്തിരിക്കണം കളിക്കാനായിട്ട് അല്ലേ. വിജയികൾ അംഗീകരിക്കണം, തോൽവി ഉൾക്കൊള്ളണം. പിന്നെ എല്ലാ ദിവസവും പുതിയ തരത്തിലുള്ള കളികളോ പുതിയ തരത്തിലുള്ള കൂട്ടുകാരോ ഒക്കെ ആയിട്ട് ജീവിതത്തിൽ ഇങ്ങനെ നിരന്തരം നവീകരിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങളൊക്കെ പ്രീ സ്കൂളിൽ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്ന് പറയണ്ടേ. പക്ഷെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്തോറും ഇതിൽ നിന്നൊക്കെ വിട്ടുപോയിട്ട് നമ്മൾ കേവലം ചില മത്സര പരീക്ഷകൾ എന്ന തരത്തിലേക്ക് പോകുന്നുണ്ട്. KCF-ന്റെ ആമുഖ ഭാഗങ്ങളിലെല്ലാം ഈ മാറ്റത്തെക്കുറിച്ചിട്ട് പലതരത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പരീക്ഷ എന്ന് പറഞ്ഞാൽ മത്സര പരീക്ഷ എന്ന് പറഞ്ഞാൽ ഗൈഡ്, ട്യൂഷൻ എന്നിങ്ങനെ ഇത് ചുരുങ്ങി വരുന്നതും ഒരു മധ്യവർഗത്തിൻ്റെ അഭിലാഷങ്ങൾ എപ്രകാരമാണ് വിദ്യാഭ്യാസത്തിൻ്റെ സകല വിശാല ലക്ഷ്യങ്ങളെയും ചുരുക്കി കളഞ്ഞുകൊണ്ട് അതിനെ കേവലം ഒരു ടീച്ചിങ് എന്ന രൂപത്തിൽ, കോച്ചിങ് എന്ന രൂപത്തിലേക്ക് മാറ്റുന്നതെന്നും അതിനകത്ത് നമ്മൾ വിശദീകരിച്ചു പോകുന്നുണ്ട്. എന്താണെങ്കിലും ശാസ്ത്ര വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്ത് എന്ന് KCF വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: വ്യക്തികളുടെ അറിവ്, അന്വേഷണ മനോഭാവം, ന്യായവിധി എന്നിവയുടെ വികസനമായിരിക്കണം വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം. അതിന് ഉത്സാഹവും ക്ഷമയും ആവശ്യമാണ്. ജീവിതത്തിൻ്റെ നിരവധി സാമൂഹ്യ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും വിലയിരുത്താനും പരിഹരിക്കാനും ഇത് നമ്മളെ സഹായിക്കും.
അർത്ഥവത്തായ നിരീക്ഷണം, ന്യായവാദം, ലക്ഷ്യബോധമുള്ള ചിന്ത, ഏകാഗ്രത, വിശകലനം, സമന്വയം തുടങ്ങി എല്ലാ ബൗദ്ധിക കഴിവുകളും വികസിപ്പിക്കാനുള്ള അവസരങ്ങൾ ശാസ്ത്രപഠനം നൽകുന്നു. ഇത് പക്ഷപാതം, മുൻവിധികൾ ഒഴിവാക്കുകയും വ്യക്തികളെ അവരുടെ ബുദ്ധിയുടെ മൂർച്ച കൂട്ടാനും അവരെ ബൗദ്ധികമായി സത്യസന്ധരാക്കാനും സഹായിക്കുന്നു. അങ്ങനെ ശാസ്ത്രം അറിവിൻ്റെ ദാഹം തൃപ്തിപ്പെടുത്തുകയും ശമിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് ഒരു സ്ഥലത്ത് പറയുന്നു. വേറെ സ്ഥലത്ത് KCF 2023 മുന്നോട്ട് വെക്കുന്ന ശാസ്ത്ര പഠന ലക്ഷ്യങ്ങൾ എന്ന പേരിൽ ഈ പ്രക്രിയാശേഷികളെ, യഥാർത്ഥ ശാസ്ത്ര പഠനത്തിൽ ഊന്നേണ്ടത് സൂക്ഷ്മമായി പരിശോധിച്ചാൽ സൂക്ഷ്മമായിട്ടുള്ള പലതരത്തിലുള്ള പ്രക്രിയാശേഷികളാണ്. ഈ ശേഷികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിനെ വിശദീകരിച്ച് പറയുന്നുണ്ട്. നിരീക്ഷണം, പരീക്ഷണം, സാമാന്യവൽക്കരണം എന്നീ ഘട്ടങ്ങളിലൂടെ പ്രശ്നപരിഹാരത്തിലേക്ക് എത്തുന്ന ശാസ്ത്രത്തിന്റെ രീതി ഓരോ കുട്ടിയും സ്വായത്തമാക്കുക. ശാസ്ത്ര സംബന്ധമായ വസ്തുതകൾ, ആശയങ്ങൾ, തത്വങ്ങൾ, നിയമങ്ങൾ, അനുമാനങ്ങൾ എന്നിവ പരീക്ഷണ നിരീക്ഷണ പ്രവർത്തനങ്ങൾ, ചർച്ച, സംവാദങ്ങൾ, പ്രോജക്റ്റ് പ്രവർത്തനങ്ങൾ, പഠനയാത്ര തുടങ്ങിയവയിലൂടെ സ്വാഭാവികമായി കുട്ടികൾ രൂപപ്പെടുത്തുക. നിരീക്ഷണം, വർഗീകരണം, പരീക്ഷണം, രൂപകൽപ്പന ചെയ്യൽ, അളക്കലും രേഖപ്പെടുത്തലുകളും, പ്രശ്നപരിഹാരത്തിന് ഉതകുന്ന വിധം വിവരങ്ങൾ വിശകലനം ചെയ്യൽ, നിഗമനങ്ങൾ എത്തിച്ചേരൽ, പ്രവചനം, ആശയങ്ങളും കണ്ടെത്തലുകളും വ്യക്തമായും ഫലപ്രദമായും വിനിമയം ചെയ്യൽ, പ്രശ്നപരിഹാരം തുടങ്ങിയ പ്രക്രിയാശേഷികൾ കുട്ടികൾ ആർജിക്കുക. ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു 10-13 പ്രക്രിയാശേഷികളെ നിജപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിരീക്ഷണം, ആശയവിനിമയം, അളക്കൽ, നിഗമന രൂപീകരിക്കൽ തുടങ്ങിയവയൊക്കെ അടിസ്ഥാന പ്രക്രിയാശേഷികളാണ്. ഏത് തരത്തിലുള്ള ഒരു പഠന പ്രവർത്തനം നമ്മൾ ക്ലാസ് മുറിയിൽ നടപ്പിലാക്കിയാലും ഈ പ്രക്രിയാശേഷികളിലൂടെ കടന്നു പോകേണ്ടി വരും. എന്നാൽ മറ്റു ചിലത് അഡ്വാൻസ്ഡ് എന്ന് നമുക്ക് പറയാം, കുറച്ചുകൂടി ഉയർന്ന തലത്തിലുള്ള പ്രക്രിയാശേഷികളാണ്. ഉദാഹരണത്തിന് സ്ഥലകാല ബന്ധങ്ങൾ ഉപയോഗിക്കൽ, സംഖ്യാബന്ധങ്ങൾ ഉപയോഗിക്കൽ, പരികൽപ്പന രൂപീകരിക്കൽ, ചരങ്ങളെ നിയന്ത്രിക്കൽ, പരീക്ഷണത്തിലേർപ്പെടൽ, ദത്തങ്ങളെ വ്യാഖ്യാനിക്കൽ തുടങ്ങിയവയൊക്കെ ചില ഇപ്പോൾ സയൻസുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളോ പ്രോജക്റ്റുകളോ ഒക്കെ ഏറ്റെടുക്കുന്ന സമയത്ത് മാത്രം പ്രസക്തമാകുന്നവയുമാണ്. അപ്പോൾ ഈ ശേഷികളിൽ ഊന്നിക്കൊണ്ടാണ് ശാസ്ത്ര പഠനം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിൻ്റെ കുറെ കൂടി സൂക്ഷ്മമായ വിശദീകരണം എന്ന അർത്ഥത്തിൽ മാത്രം ഇതിനെ കണ്ടാൽ മതിയാകും. ഇതിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഇത് കുറെ കൂടി സൂക്ഷ്മാർത്ഥത്തിൽ ക്ലാസ് മുറി നടപ്പിലാക്കുമ്പോൾ ഊന്നേണ്ട എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധത്തിൽ വളരെ സൂക്ഷ്മമായിട്ട് ഇക്കാര്യങ്ങൾ ഇവിടെയൊക്കെ വിശദീകരിച്ചു പോകുന്നുണ്ട്. പഠന പ്രക്രിയയിലൂടെ ആർജിച്ച അറിവും പ്രക്രിയാശേഷിയും ജീവിത സാഹചര്യങ്ങൾ പ്രയോഗിക്കാൻ പഠിതാക്കൾക്ക് കഴിയുക, കുട്ടിയുടെ സഹജമായ കഴിവുകൾ വികസിക്കുന്നതിനും വ്യത്യസ്തമായി ചിന്തിക്കുന്നതിനും നൂതനമായ കണ്ടെത്തൽ നടത്തുന്നതിന് അവസരങ്ങൾ നൽകുക, പ്രവർത്തനങ്ങളിലൂടെ ആർജിച്ച ശാസ്ത്രാറിവുകളെ പ്രശ്നപരിഹാരങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കുട്ടികളെ പ്രാപ്തരാക്കുക, ചോദ്യങ്ങൾ ഉന്നയിക്കൽ, യുക്തി ഉപയോഗിച്ചുള്ള പ്രശ്നപരിഹാരം, നിർമ്മിച്ച അറിവുകളെ പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പുനഃപരിശോധിക്കാൻ തയ്യാറാകൽ എന്നിങ്ങനെയുള്ള കഴിവുകളും ശീലങ്ങളും കുട്ടികൾ വളർത്തിയെടുക്കുക, മാനവികതയിൽ ഊന്നിയ മൂല്യബോധം, അന്വേഷണങ്ങളിലും കണ്ടെത്തലുകളിലും പാലിക്കേണ്ട ബുദ്ധിപരമായ സത്യസന്ധത തുടങ്ങിയവ കുട്ടികൾ വളർത്താനും വികസിപ്പിക്കാനും പര്യാപ്തമായ അനുഭവങ്ങൾ പ്രദാനം ചെയ്യുക, കാലാവസ്ഥാ വ്യതിയാനം, മലിനീകരണം, ആവാസ വ്യവസ്ഥ നാശം തുടങ്ങിയ പരിസ്ഥിതി പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നതിനും അവ ലഘൂകരിക്കാൻ ശാസ്ത്രീയമായി സ്വീകരിക്കേണ്ട മാർഗ്ഗം കണ്ടെത്തുന്നതിനും നടപ്പിലാക്കുന്നതിനും അവ വീടുകളിലേക്കും സമൂഹത്തിലേക്കും വിനിമയം ചെയ്യുന്നതിന് കുട്ടികളെ പ്രാപ്തരാക്കുക, സയന്റിഫിക് ടെമ്പർ, അന്വേഷണ ത്വര, വിമർശനാത്മക ചിന്ത എന്നിവ കുട്ടികൾ വളർത്തിയെടുക്കുക, വ്യക്തി ശുചിത്വം, സാമൂഹ്യ ശുചിത്വം എന്നിവ പാലിക്കാനും ശാരീരിക, മാനസിക, സാമൂഹിക ആരോഗ്യം കൈവരിക്കാനും അനുഭവങ്ങൾ നൽകുക, ശാസ്ത്രീയ അറിവുകളും ശാസ്ത്രീയ രീതികളും പ്രയോജനപ്പെടുത്തി വ്യക്തിപരവും സാമൂഹികമായ ലഘു പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പരിഹരിക്കാൻ പ്രാപ്തരാക്കുക, ശാസ്ത്ര നേട്ടങ്ങളിൽ അഭിമാനം കൊള്ളാനും ശാസ്ത്രത്തിനായി ജീവിതം സമർപ്പിച്ചവർ ആദരവ് പ്രകടിപ്പിക്കാൻ അവസരം ഒരുക്കുക എന്നിങ്ങനെ പോകുന്നു. എന്ത് പറഞ്ഞാലും ഇതിൽ നിന്ന് നമ്മൾ ആകെ എത്തിച്ചേരുന്ന കാര്യം പഠനബോധന രീതി പെഡഗോജി എന്ന് പറയുന്നത് പ്രക്രിയയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാകണം എന്നുള്ളതിലാണ്. ഈ കാര്യങ്ങൾ NEP-യിലും പറയുന്നുണ്ട്. മറ്റു പല കാര്യങ്ങളും നമ്മൾക്ക് പൊതുവെ ഇങ്ങനെ പഞ്ചസാരയിൽ പൊതിഞ്ഞ വിഷം എന്നുള്ള തരത്തിൽ NEP കാണാമെന്ന് പറയാൻ ഒരു കാര്യം ഇതാണ്. കുറേ അധികം ഈ ഡിസ്കവറി ലേണിങ്ങിൻ്റെ, ജോയ്ഫുൾ ലേണിങ്ങിൻ്റെയും ഒക്കെ കാര്യങ്ങൾ പറയും. അതിനിടയിലൂടെ ചിലത് തിരികെയൊക്കെയും ചെയ്ത രീതിയാണ് NEP-ക്കുള്ളത് നമുക്കറിയാം. അപ്പോൾ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ NEP-യിലും കണ്ടെത്താൻ വേണ്ടി കാണിക്കും. അപ്പോൾ എന്താണെങ്കിലും പ്രക്രിയകൾക്കാണ് പ്രാധാന്യം. അതിലൂടെ പ്രക്രിയാശേഷികളാണ് കുട്ടികൾ വികസിക്കേണ്ടത് എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ലാത്ത വിധം ഈ ഡോക്യുമെന്റിലെല്ലാം വിശദമായി പറഞ്ഞു പോകുന്നത്. അപ്പോൾ വിവിധ ശേഷികൾ വികസിക്കാനുള്ള സന്ദർഭങ്ങൾ ഒരുക്കുകയാണ് ക്ലാസ് മുറിയിൽ അധ്യാപകർ അല്ലെങ്കിൽ സ്കൂൾ എന്ന സ്ഥാപനം പൊതുവിൽ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിരീക്ഷിക്കുക, വർഗീകരിക്കുക, ദത്തം ശേഖരിക്കുക, സംഖ്യാബന്ധം ഉപയോഗിക്കുക, സ്ഥലകാലം ഉപയോഗിക്കുക, നിഗമനത്തിലെത്തുക, പ്രവചിക്കുക, ഇതെല്ലാം പ്രക്രിയാശേഷികളാണ്. ഈ ശേഷികൾ ഓരോ കുട്ടികളിലും, അവസാനത്തെ കുട്ടികളിലും വികസിക്കുന്നുണ്ടോ, അത് കുട്ടികൾ അതിനകത്ത് മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന വിലയിരുത്തലാണ് ഓരോ ഘട്ടത്തിലും അധ്യാപകർ നടത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുനരനുഭവങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടതെന്നാണ് നമ്മൾ സങ്കല്പിച്ചിട്ടുള്ളത്, വിഭാവനം ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇതിനകത്ത് കുറച്ചധികം
ചില എന്താ പറയുക വാലിഡിറ്റികളെ കുറിച്ച് പറയുന്നുണ്ട്. ഹിസ്റ്റോറിക്കൽ വാലിഡിറ്റി, എൻവയോൺമെന്റൽ വാലിഡിറ്റി, എത്തിക്കൽ വാലിഡിറ്റി തുടങ്ങിയ ഉണ്ടോ എന്ന് നിരന്തരം പുനഃപരിശോധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ശാസ്ത്രബോധന തന്ത്രങ്ങളിൽ ചരിത്രപരമായിട്ടുള്ള ഒരു വീക്ഷണം ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് പ്രധാനമാണ്. എങ്ങനെയാണ് ശാസ്ത്രം ഇങ്ങനെ വികസിച്ച് വന്നത് എന്നത് വളരെ പ്രധാനമാണ്. നമുക്കറിയാം ഒരു 400 വർഷത്തെ ഒരു ചരിത്രമല്ലേ ഈ ശാസ്ത്ര വിപ്ലവത്തിനുള്ളൂ. അപ്പോൾ അത് ആ കാലം കൊണ്ട് മനുഷ്യ ജീവിതത്തിൽ വന്ന മാറ്റം എങ്ങനെയാണ്, ഈ ആർക്കൊക്കെയാണ് ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുകൾ കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടായത്, അതായത് ഒരു സാമൂഹ്യ സംരംഭം എന്ന നിലയിൽ എങ്ങനെയാണ് ശാസ്ത്രം മനുഷ്യ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ചത് എന്നുള്ളതിനെയൊക്കെ അറിയാനും മനസ്സിലാക്കാനും ഉള്ള അവസരങ്ങൾ കൂടി നൽകുമ്പോൾ മാത്രമേ അതിന് ഒരു ചരിത്രപരമായ സാധുത അഥവാ ഹിസ്റ്റോറിക്കൽ വാലിഡിറ്റി ഉണ്ടാകൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇത്തരത്തിൽ പലതരം വാലിഡിറ്റികളെ കുറിച്ച് പല സ്ഥലത്ത് പറയുന്നുണ്ട്. നൈതികമായിട്ടുള്ള സാധുതയെക്കുറിച്ചിട്ടും എൻവയോൺമെന്റൽ വാലിഡിറ്റി അഥവാ പാരിസ്ഥിതികമായ സാധ്യതയെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. മാത്രമല്ല ഈ പലതരം സംവിധാനങ്ങൾ സ്കൂളുകളിൽ ഈ ക്ലാസ് റൂം അനുഭവങ്ങൾക്ക് പുറമേ ആയിട്ടുണ്ട്. അത് ശാസ്ത്ര ക്ലബ്ബാകാം, ശാസ്ത്ര പ്രദർശനങ്ങളാകാം, ശാസ്ത്രമേളയാകാം, പഠനയാത്രകളാകാം, അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനങ്ങളുടെ എണ്ണം, അതിൻ്റെ വ്യാപ്തി ഓരോ ദിവസവും കൂടിക്കൂടി വരുന്നുണ്ട്. പുതിയ ഏജൻസികൾ പുതിയ പ്രവർത്തനങ്ങളുമായി സ്കൂളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ വന്ന് അധ്യാപകർ പറയുന്ന ഒരു പരാതി, പ്രവർത്തനം നടപ്പിലാക്കുന്ന കഴിഞ്ഞിട്ട് കുട്ടികളുമായിട്ടൊന്ന് ക്ലാസ്സിൽ പോയി കാര്യങ്ങൾ ചെയ്യാൻ, അവർ പഠിപ്പിക്കാൻ എന്നാണ് പറയുന്നത്, അതിനുള്ള ഒരു സമയം കിട്ടാത്ത തരത്തിൽ ഇതായിരുന്നു. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പത്രമാധ്യമങ്ങളൊക്കെ പൊതുവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് എതിർവാർത്തകൾ കൊടുക്കുന്നതിൽ വളരെ മിടുക്കുള്ളവരാണ് നമുക്കറിയാം. പക്ഷേ എല്ലാ പത്രങ്ങളും ശിശു കേന്ദ്രീകൃതമായ പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കോളവും ഓരോ ദിവസവും ഒരേ സമയം ഇരയായ വേട്ടക്കാരനെ ഒക്കെ പ്രത്യക്ഷപ്പെടുന്ന ഒരു സ്വഭാവം നമ്മുടെ മാധ്യമങ്ങൾക്കുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പരിപാടികൾ, ഇങ്ങനെയുള്ള നൂറുകണക്കിന് പരിപാടി, ഈ പരിപാടികളെല്ലാം നടക്കുന്നതിനിടയിൽ വേണം ഈ ശാസ്ത്രബോധം വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളർത്താൻ. അപ്പോൾ അതിനാവട്ടെ വലിയ ആസൂത്രണവും പ്രവർത്തനങ്ങളും ആവശ്യമാണ്. അപ്പോൾ നമ്മളുടെ ഈ സ്പേസ് ആൻഡ് ടൈം, സമയവും സ്ഥലവും ഇതിൻ്റെയൊക്കെ ഈ ലക്ഷ്യബോധമില്ലാത്തതും പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ വന്നിട്ട് ചുരുങ്ങി പോവുകയാണ്. അന്ധവിശ്വാസം, ദുരാചാരം, കപടശാസ്ത്രം എന്നീ തിരിച്ചറിയാനും പ്രതികരിക്കാനും ഉതകുന്ന തരത്തിലായിരിക്കണം വിനിമയം. കലാവിദ്യാഭ്യാസം, തൊഴിൽ വിദ്യാഭ്യാസം, ആരോഗ്യ കായിക വിദ്യാഭ്യാസം, ഗണിതം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ശാസ്ത്ര പഠനത്തിൻ്റെ സ്വാഭാവികമായ ഉദ്ഗ്രഥന സാധ്യതകൾ ബോധനതന്ത്രങ്ങളിൽ പരിഗണിക്കപ്പെടണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ശാസ്ത്രം എന്ന് പറയുമ്പോൾ അത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠനമാണ് എന്നുള്ള തരത്തിൽ നമുക്കിനി കാണാൻ കഴിയില്ല. ഗണിതം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിലെ ഒരു ലാംഗ്വേജ്, ഭാഷയാണെന്ന് നമുക്കറിയാം. ഗണിത ഭാഷ എന്ന രൂപത്തിലാണത് പരിചയപ്പെടുത്തേണ്ടത്. പിന്നെ ഈ ആരോഗ്യ കായിക വിദ്യാഭ്യാസമാണ്. കായിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ മത്സരത്തിനുള്ള സ്പോർട്സ് സാറും സ്പോർട്സ് മീറ്റും സ്കൂളിൽ പ്രസിദ്ധമായത് ആളുകൾ ഈ ഒരു ക്ലാസ് മുറിയിൽ എപ്പോഴും തിരസ്കരിക്കപ്പെടുന്ന കുട്ടികൾ അന്ന് ഹീറോ ആവുന്ന ഒറ്റ കാരണം കൊണ്ടാണ്. അപ്പോൾ എല്ലാ കുട്ടികളുടെയും ആരോഗ്യത്തെ കേന്ദ്രീകരിച്ചിട്ടാണ് കായിക വിദ്യാഭ്യാസം മുന്നോട്ട് പോകേണ്ടതുള്ളൂ. അതിൽ നിന്ന് ചില ആളുകൾ മത്സരിക്കാൻ തൽപരരായ ശേഷിയുള്ളവർ ആ രംഗത്തേക്ക് വരും എന്ന് കഴിഞ്ഞ് മുഴുവൻ കുട്ടികളുടെയും ആരോഗ്യം ഉറപ്പുവരുന്നത് കായിക വിദ്യാഭ്യാസത്തെ പുനഃക്രമീകരിക്കുക. എവറി ചൈൽഡ് ആൻഡ് ആർട്ടിസ്റ്റ്, എല്ലാ കുട്ടികളും ആർട്ടിസ്റ്റാണ് എന്നുള്ള തരത്തിൽ ഈ ശാസ്ത്രത്തിൻ്റെ വിനിമയത്തിലും കലയുടെ സാധ്യതകൾ, പല നിർമ്മാണങ്ങൾ, ചിത്രങ്ങൾ, ചിത്രീകരണങ്ങളൊക്കെ ഉപയോഗിക്കുക. അങ്ങനെ മാത്രം ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. ഇപ്പം അട്ടപ്പാടി പ്രവർത്തിക്കുന്ന ഒരു ബ്രിഡ്ജ് സ്കൂളിൽ അവർ എഴുത്ത് എന്ന് പറയുന്ന പരിപാടി വളരെ കുറയ്ക്കുകയും പരമാവധി കാര്യങ്ങൾ കുട്ടികൾക്ക് ചിത്രം ആക്കാൻ അവസരം നൽകുകയാണ് ചെയ്തത് അവിടുത്തെ ആദിവാസി കുട്ടികൾക്കിടയിൽ. അത് വളരെ വിജയകരമായിരുന്നു, അവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പലപ്പോഴും എഴുത്താണ് അല്ലേ, ഒരാൾ പറഞ്ഞു, ഒരു ക്ലർക്ക് ഇരുന്ന് എഴുതുന്നതിനേക്കാൾ കൂടുതൽ പ്രൈമറി ക്ലാസ്സിലെ കുട്ടി ഇരുന്ന് എഴുതുകയാണ്. എഴുതി അവർ മടുത്തു. വീട്ടിൽ വന്നാലും എഴുത്ത്. അപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ സമയമില്ല. അപ്പോൾ എഴുത്തിന് നൽകുന്ന അമിത പ്രാധാന്യമുണ്ട്. അതേസമയത്ത് ഇപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് നന്നായി ഉള്ള ചർച്ചയ്ക്ക് ശേഷം അത് എന്താണ് നിങ്ങളുടെ ഭാവനയിൽ ഉണ്ടാകുന്നത് വരയ്ക്കൂ എന്ന് പറയുമ്പോൾ കുട്ടികൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ നമുക്കതിൻ്റെ വ്യത്യസ്തമായ രീതിയിൽ ഓരോ കുട്ടി എങ്ങനെ ഉൾക്കൊള്ളുന്നതിനെ കുറിച്ചുള്ള വിലയിരുത്തലും കിട്ടും. അതിനനുസരിച്ച് പുനരനുഭവങ്ങൾ ആസ്വദിക്കാൻ അധ്യാപകർക്ക് സാധിക്കും. അപ്പോൾ അതാണ് അവർ അവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ ഇതിനെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഉദ്ഗ്രഥിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതിപ്പോഴും നമ്മൾ നടപ്പിലായിട്ടില്ല. നേരത്തെ പറഞ്ഞാൽ ശാസ്ത്ര പഠനത്തിൻ്റെ ഉദ്ദേശത്തെ നമ്മൾ ഒന്നും കൂടെ ചുരുക്കിയാൽ ഒരു 6 മേഖലകളിലെ വളർച്ചയാണ് എന്ന് പറയാൻ പറ്റും. ഇത് 90കൾ മുതൽ നമ്മൾ പിന്തുടരുന്ന ഒരു ക്ലാസിഫിക് ടാക്സോണമിയാണ്. അതിനകത്ത് ഇപ്പോൾ 2000-ന് ശേഷമാണ് 6ാമത്തെ ശാസ്ത്രത്തിൻ്റെ സ്വഭാവം കൂടി വന്നത്. ആദ്യത്തെ സംഗതി വിജ്ഞാന മേഖലയിൽ ഉണ്ടാകുന്ന വികാസമാണ്. ശാസ്ത്രം ഇതുവരെ ആർജിച്ച അറിവുകളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. രണ്ടാമത്തത് അതിൻ്റെ പ്രക്രിയാശേഷി മേഖലയാണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പലവിധമായ പഠനാനുഭവങ്ങൾ കടന്നു പോകുന്ന കുട്ടിയിൽ നിരീക്ഷിക്കാനും വർഗീകരിക്കാനും അളക്കാനും
സംഖ്യാബന്ധങ്ങൾ ഉപയോഗിക്കാനും ഒക്കെയുള്ള ശേഷി പതിയെ 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 ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രക്രിയ മേഖലയാണ് ഏറ്റവും കേന്ദ്രമാകേണ്ടത്. അതിനെ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും പഠനാനുഭവങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിജ്ഞാന മേഖല അതിൻ്റെ കൂടെ വരും. വിജ്ഞാന മേഖലയെ മാത്രം കേന്ദ്രീകരിച്ച് പോകുന്ന വിദ്യാഭ്യാസ സമുദായത്തിൽ ശേഷികൾ പരിപൂർണമായിട്ടും തഴയപ്പെടുകയും അത്തരത്തിലുള്ള ശേഷി വികസിക്കാതിരിക്കുകയും ചെയ്യും എന്ന് നമുക്കറിയാം. ഇതാണ് അവിടെ ഒരു പ്രശ്നം. അതോടൊപ്പം സർഗാത്മക മേഖല ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പലതരത്തിലുള്ള ഇൻ്റഗ്രേഷൻ നടക്കുമ്പോൾ സാധ്യമാവും. മനോഭാവം എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനമാണ്. ഇതിൻ്റെയൊക്കെ പെട്ടെന്ന് നമുക്ക് അളക്കാൻ കഴിയുന്നൊരു കാര്യമല്ല മനോഭാവം, നമുക്കറിയാം. ഒരുപക്ഷെ വളരെ കാലത്തിന് ശേഷമായിരിക്കും ഒരു മനോഭാവ മാറ്റം സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഘട്ടത്തിൽ പഠന നേട്ടം, ലേണിംഗ് ഔട്ട്കം ബേസ്ഡ് ലേണിംഗ് എന്ന സങ്കല്പമൊക്കെ വന്നപ്പോൾ ഉണ്ടായ ഒരു പ്രധാന പ്രശ്നം ഇതാ. അപ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞാൽ ഒരു കാര്യം പഠിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ഔട്ട്കമാണ് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ പറയണം. ആ ഔട്ട്കം എന്ന് പറയുന്നത് കറതീർന്ന ഒരു ഉൽപ്പന്നം പോലെ ഇരിക്കണം. തൊട്ട് നോക്കാനും അളന്ന് നോക്കാനും ഒക്കെ പറ്റണം. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അങ്ങനെ, അറിവ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു കറതീർന്ന ഉൽപ്പന്നമാണ് എന്ന തരത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെടുകയും അതിന് എന്ത് മാർഗ്ഗം ഉപയോഗിക്കണമെന്ന് പറയാതിരിക്കുകയും, അപ്പോൾ നിങ്ങൾ എന്ത് മാർഗ്ഗം ഉപയോഗിച്ചാലും കുഴപ്പമില്ല, ഔട്ട്പുട്ട് ഉണ്ടായാൽ മതി, അത് ആദ്യം എഴുതി വെക്കുന്ന, നമുക്ക് തൊട്ട് നോക്കാൻ പറ്റുന്ന, അളന്ന് നോക്കാൻ പറ്റുന്ന മതി എന്ന തരത്തിൽ ലേണിംഗ് ഔട്ട്കം അല്ലെങ്കിൽ ഔട്ട്കം ബേസ്ഡ് ലേണിംഗ് കുറേ നമ്മളെ വഴിതെറ്റിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. വീണ്ടും ഇപ്പോൾ പഠന ലക്ഷ്യങ്ങൾ, ലേണിംഗ് ഔട്ട്കളിൽ നിന്ന് പഠന ലക്ഷ്യങ്ങൾ എന്നതിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ മനോഭാവവും മൂല്യവും ഒക്കെ പോലെയുള്ള കാര്യങ്ങളെ ഈ ഔട്ട്കമ്മിൻ്റെ പരിധിക്കകത്ത് ഒരിക്കലും നിർത്താൻ പറ്റില്ല. അത് ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ കുട്ടി ആർജിക്കുന്ന വൈജ്ഞാനികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്കവിടെ പറയാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ മാത്രമല്ല ഇത് ജീവിതത്തിൽ പ്രയോഗിക്കാൻ കഴിയണം. അതാണ് പ്രയോഗ മേഖല എന്ന് പറയുന്നത്. ഏറ്റവും അവസാനമായിട്ട് ശാസ്ത്രത്തിൻ്റെ സ്വഭാവം, ചഞ്ചല സ്വഭാവമാണ് ശാസ്ത്രത്തിൽ, നമുക്കറിയാം. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ആ മാറ്റത്തിൻ്റെ ഫാൾസിഫയബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതോട് ബന്ധപ്പെട്ട് അത് കുട്ടികൾ പതിയെ പതിയെ മനസ്സിലാക്കിയെടുക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ക്ലാസ് റൂം വിനിമയവുമായി ബന്ധപ്പെട്ട ആസൂത്രണത്തിൽ ഈ കാര്യങ്ങളെല്ലാം കടന്നു വരുന്നുണ്ട് എന്നും അതെല്ലാം കുട്ടികൾ, ഓരോ കുട്ടിയും ഏതൊക്കെ അർത്ഥത്തിൽ ഇത് ആർജിച്ചെടുത്തുവെന്നും നിരന്തരമായി വിലയിരുത്തുകയും അതിനനുസരിച്ച് പുനരനുഭവങ്ങൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി ചെയ്യേണ്ട ഒരാളായിട്ടാണ് ഈ പാഠ്യപദ്ധതി നമ്മൾ അധ്യാപകരെ പരിഗണിക്കുന്നത്. അതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ അത്രമേൽ എന്താ പറയുക, പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾക്കാണ് ഇത് ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. മാത്രമല്ല പഠന സമീപനം എന്ന് പറയുന്നത് അന്വേഷണാത്മകമായപ്പോൾ ഈ ആസൂത്രണം ചെയ്യുമ്പോൾ, ഈ ഒരു ക്ലാസ് മുറിയിൽ പോയി പഠനാനുഭവങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ അധ്യാപകർക്ക് അത് ശരിയായ രീതിയിലാണെന്ന് ഉറപ്പാക്കാൻ വേണ്ടി ചില എളുപ്പ വഴികൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതാണ് ഈ 5E എന്നൊക്കെ പറയുന്നത്. 5E, 6E, 7E ഒക്കെ ഉണ്ട്. ഏറ്റവും മിനിമം ആയിട്ട് 5E. ഒന്നാമത്തെ തുടക്കത്തിൽ തന്നെ ക്ലാസ്സിലിരിക്കുന്ന അല്ലെങ്കിൽ ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളെ എൻഗേജ് ചെയ്യണം. അപ്പോൾ ഒരു എൻഗേജ് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് തുടക്കത്തിൽ വേണ്ടതെന്ന് ഇത് മനസ്സിലാക്കിയ ഒരു അധ്യാപകർക്ക് അറിയാം. ആദ്യത്തെ പരിപാടി ഇവരെ എൻഗേജ് ചെയ്യിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പാഠപുസ്തകം എടുത്ത് നോക്കിയാൽ ആദ്യം കൊടുത്തിരുന്ന കാർട്ടൂണോ പത്രവാർത്തയോ ചർച്ചയോ കുറിപ്പോ ഒന്നും എന്തെങ്കിലും പ്രത്യേക ആശയം പഠിപ്പിക്കാൻ ഉദ്ദേശമായിരിക്കില്ല. ആ ചർച്ചയിൽ ഒരു അഭിപ്രായം പറയാൻ എല്ലാവർക്കും ഒരു അവസരം ഉണ്ടാവുകയും എല്ലാവരും ക്ലാസ്സിൽ എൻഗേജ് ആവുകയും ചെയ്യുക എന്നുള്ളതാണ് ആദ്യ ഘട്ടം. രണ്ടാമത്തെ ഘട്ടത്തിലാണ് കുട്ടികൾ സ്വയം അന്വേഷിക്കാൻ വേണ്ടി മുതിരുന്നത്. അവിടെയാണ് ചർച്ചയും സംവാദവും റെഫറൻസും പോലെയുള്ള പലവിധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് കുട്ടികൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പല റെഫറൻസുകൾ ഉപയോഗിക്കുന്നു. അതിൽ ഹ്യൂമൻ റെഫറൻസ് ഉണ്ടാവും, പ്രൈമറി ഡാറ്റ റെഫറൻസ് ഉണ്ടാവും, സെക്കൻഡറി ഡാറ്റയുടെ റെഫറൻസ് ഉണ്ടാകും, പുസ്തകങ്ങളുടെ റെഫറൻസ് ഉണ്ടാകും. പലവിധമായ റെഫറൻസുകളിൽ കുട്ടി അന്വേഷണത്തിലേക്ക് പോകും. അടുത്ത ഘട്ടത്തിൽ അന്വേഷിച്ച് കണ്ടെത്തിയ ഡാറ്റകൾ വെച്ചുകൊണ്ട് കുട്ടികൾ അവരുടേതായിട്ടുള്ളൊരു വിശദീകരണം നൽകുന്ന ഘട്ടമാണ്. അപ്പോൾ അതിൽ പല തരത്തിലുള്ള ടീച്ചർ ആഗ്രഹിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചോ ആശയതലത്തിലോ ഒന്നും ആയിരിക്കില്ല ഈ വിശദീകരണം നൽകുന്നത്. തീർച്ചയായിട്ടും ഓരോ കുട്ടിയുടെയും താല്പര്യ തലത്തിലായിരിക്കും അത് നടക്കുക എന്നത്. അവിടെ ടീച്ചറോട് ഇടപെടുന്നു, ടീച്ചർ വേർഷൻ ഉണ്ട്, അതിനുശേഷം ചർച്ച നടന്നു, അതിനനുസരിച്ചിട്ട് ഇതിനെ വിപുലീകരിക്കുന്നു. വിപുലീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റു ചില വാതിൽപ്പുറ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നു. ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും ടീച്ചർ വിലയിരുത്തൽ പ്രവർത്തനം നടത്തിക്കൊണ്ടേ പോകുന്നു. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു ക്ലാസ് റൂം പ്ലാനിങ് യഥാർത്ഥത്തിൽ നടക്കേണ്ടതെന്നാണ് നമ്മൾ കഴിഞ്ഞ 10-30 കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. അങ്ങനെ ആകുമ്പോൾ അതിൽ പല തന്ത്രങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. ആ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും പ്രധാനമായിട്ട് ശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ചില തന്ത്രങ്ങളാണ് നിരീക്ഷണം, വാതിൽപ്പുറ പഠനം. അതാണ് നമ്മുടെ ജൈവ വൈവിധ്യ ഉദ്യാനം എന്ന് പറയുന്നത്. ക്ലാസ് മുറിക്ക് തൊട്ട് വെളിയിൽ തന്നെയുള്ള ഒരു സാധ്യതയാണ്. എങ്ങനെയാണ് പ്രകൃതി പ്രവർത്തിക്കുന്നത്, ജീവികൾ തമ്മിൽ പരസ്പരം ആശ്രയിക്കുന്നതെന്ന് നേരിട്ട് മനസ്സിലാക്കാനുള്ള അവസരമാണ്. ഫീൽഡ് ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിലേക്കോ വേറെ സ്ഥലത്തേക്കോ അല്പം കൂടി നീണ്ട യാത്രയാണ്. പഠനയാത്ര എന്ന് പറയുന്നത് ഒരുപാട് ലക്ഷ്യങ്ങൾ, ഫീൽഡ് ട്രിപ്പിൽ ഒരു ലക്ഷ്യമായിരിക്കും ഉണ്ടാവും. പഠനയാത്ര ഒരുപാട് ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള അല്പം കൂടി ദീർഘമായ പ്രവർത്തനമാണ്. പ്രൊജക്റ്റുകൾ വളരെ വളരെ പ്രധാനമാണ് സയൻസ് പഠനത്തിൽ.
ഇതുണ്ടാക്കിയൊരു മാറ്റം ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് MIT-യുടെ ചരിത്രമായി ബന്ധപ്പെട്ടാണ്. വില്യം ബി റോജേഴ്സ് എന്ന് പറയുന്ന ഫിസിസിസ്റ്റ് ആയിട്ടുള്ള അധ്യാപകൻ, അദ്ദേഹം വെർജീനിയ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം പുതിയൊരു സ്ഥാപനം തുടങ്ങണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ലേണിംഗ് ബൈ ഡൂയിങ് എന്നുള്ള ആശയം നടപ്പിലാക്കുക എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ അങ്ങനെയാണ് ആദ്യമായിട്ട് ലോകത്ത് ഈ ലബോറട്ടറി ഡെമോൺസ്ട്രേഷൻ, ലബോറട്ടറി പ്രാക്ടീസ് ഉള്ള ഒരു സ്ഥാപനമായിട്ട് MIT വരുന്നത്. ഇപ്പോൾ MIT മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്നത് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. എന്നാൽ ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ 101 നോബൽ സമ്മാന ജേതാക്കളാണ് MIT നിന്നുണ്ടായിട്ടുള്ളത്. 30-ലധികം ഫീൽഡ് മെഡൽ ജേതാക്കളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ലേണിംഗ് ബൈ ഡൂയിങ് ഇത് ചെയ്യുമ്പോൾ, ഈ പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്തെന്നുള്ളതിന് നമുക്ക് ഇത്തരത്തിലുള്ള ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ നമുക്ക് ഗ്ലോറിഫൈഡ് ക്ലർക്സിന് മതി എന്നുള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിലയിരുത്തലാണെന്ന് നമുക്കറിയാം. ഈ വിലയിരുത്തൽ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. ഇത് വിലയിരുത്തലിൻ്റെ ചരിത്രത്തിലെ കുപ്രസിദ്ധമായ കാർട്ടൂണാണ്, പലരും കണ്ടിട്ടുണ്ടാവും. വിലയിരുത്തൽ നമുക്കറിയാം വളരെ നീതിയുക്തമായിട്ട് നടത്തണം, പോലീസ് പ്രൊട്ടക്ഷനിലൊക്കെ നടത്തണം. എല്ലാ കുട്ടികളും നിശ്ചിത സമയത്ത് ഒരേപോലുള്ള ചോദ്യം വായിച്ച് ഒരേ ഉത്തരം എഴുതുക എന്നുള്ളതാണ് ആ നീതി. പക്ഷേ ഈ മനുഷ്യരാരും ഒരുപോലെ അല്ല എന്നുള്ളതാണ് അതിലെ അനീതി. ചിന്തയും അഭിരുചിയൊക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ അങ്ങനെ പല ചിന്തിക്കുകയും പല അഭിരുചിയുള്ള ആളുകളൊക്കെ അവർ നിൽക്കുന്ന തലത്തിൽ നിന്ന് അപ്ലിഫ്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിന്നും എല്ലാവരെയും അടിച്ചൊതുക്കി ഒരേ ലെവലിലാക്കുക എന്നുള്ള തരത്തിൽ ആണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ കാർട്ടൂണിൽ ഉള്ളത് നിങ്ങൾക്കറിയാമല്ലോ, പരീക്ഷ നീതിയുക്തം നടത്തുന്നത് എല്ലാവർക്കും ഒരേ പരീക്ഷയാണ്, മരം കയറുക എന്നുള്ളതാണ്. അപ്പോൾ മരം കയറാൻ പറ്റാത്ത മീൻ ജീവിതകാലം മുഴുവൻ താനൊരു മണ്ടനാണ് എന്ന് കരുതി ജീവിതം കഴിച്ചു കൂട്ടുക. അതൊരു സൗകര്യമാണ്. വിദ്യാഭ്യാസം വളരെ നിഷ്കളങ്കമായി നടക്കുന്ന ഇടപാടല്ല നമുക്കറിയാം. അതീശ ആശയങ്ങൾ നിലനിർത്താനും സമ്മതിയുടെ നിർമ്മിതിക്കും അതുപോലെ തന്നെ വ്യവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്ന വ്യവസ്ഥ ഇതേപടി നിലനിന്ന അതുകൊണ്ട് ഗുണമുള്ള ആളുകളുണ്ട്, അവർ ആ വ്യവസ്ഥ മാറാനേ ആഗ്രഹിക്കില്ല. അതുകൊണ്ട് ആ വ്യവസ്ഥ നിലനിർത്താനും ഒക്കെ വിദ്യാഭ്യാസത്തെ പ്രയോജനപ്പെടുത്താം. അതുകൊണ്ട് സ്വതന്ത്രമായി ചിന്തിക്കുക, അന്വേഷിക്കുക എന്നൊന്നും പറയുന്നത് ആളുകൾക്ക് വലിയ താല്പര്യമില്ല. അവർക്ക് ഈ വ്യവസ്ഥ നിലനിർത്തുന്ന അതിൻ്റെ പിന്തുടർച്ചക്കാരായിട്ടുള്ള അത്യാവശ്യം വാങ്ങൽ ശേഷിയൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാക്കിയാൽ മതി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വിലയിരുത്തൽ ഇങ്ങനെ തന്നെ തുടരാനാണ് നമുക്ക് ഇന്നും താല്പര്യം. അപ്പോൾ ക്ലാസ് റൂം പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിരന്തര വിലയിരുത്തൽ ഫലങ്ങൾ ടീച്ചിങ് മാനുവൽ ഉണ്ടാകണമെന്നും ശേഷികളുടെ വിലയിരുത്തലിനൊപ്പം രൂപപ്പെടേണ്ട അറിവുകളും ആശയങ്ങളും നിയമപരം മനോഭാവം എത്രയുണ്ട് നേടിയെന്ന് കണ്ടെത്തണം എന്നൊക്കെയാണ് പറയുന്നത്. നോക്കൂ, ആദ്യ ശേഷികളാണ് പറയുന്നത്. ശേഷികളാണ് വിലയിരുത്തപ്പെടേണ്ടത്. ശേഷികളെ കേന്ദ്രീകരിച്ചിട്ടാണ് മുഴുവൻ പരിപാടി നടക്കേണ്ടത്. വിലയിരുത്തേണ്ടത് ശേഷിയാണ്. അപ്പോൾ അത് വിലയിരുത്തുമ്പോൾ അതിനോടൊപ്പം രൂപപ്പെട്ട ആശയങ്ങളെ നോക്കുക എന്നുള്ളേ ഉള്ളൂ. പക്ഷെ അത് പരിപൂർണമായിട്ടും തിരിഞ്ഞു പോവുകയും ആശയങ്ങളെ, ആർജിച്ച അറിവുകളെ, അതിൻ്റെ ഓർമ്മശക്തി, ആ ഓർമ്മയെ നിലനിർത്താനുള്ളതിന് മാത്രം നിർത്തുക എന്നുള്ള തരത്തിലേക്ക് ഇത് മാറിപ്പോയി. ചോദ്യങ്ങൾ വരിക എന്ന് പറയുന്നത് ക്ലാസ് മുറിയിൽ സംഭവിക്കാത്തൊരു കാര്യമായിട്ട് മാറി. അപ്പോൾ ഈ ശാസ്ത്രത്തിൻ്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം സ്കൂളിൽ പോയിട്ട് കുട്ടികളോട് ശാസ്ത്ര ക്ലബ്ബിൽ സംസാരിച്ചു. കുറേ കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ ഇക്ബാൽ മാഷിൻ്റെ പുസ്തകത്തിലെ കുറച്ച് ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു. മറ്റേ നമ്മളുടെ ജോൺ സ്നോയുടെ കണ്ടെത്തലും എങ്ങനെയാണിത്, അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കുട്ടിയോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാം. ആരും ചോദിക്കുന്നില്ല. അതേപോലെ അത് പറ്റില്ല, നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാലും ഞാൻ ഈ മുറി വിട്ടു പോകും, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചേ പറ്റുമോ എന്ന് പറഞ്ഞപ്പോൾ കട്ടിക്കണ്ണടയൊക്കെ വെച്ചൊരു പെൺകുട്ടി എഴുന്നേറ്റുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ വലിയ ചോദ്യം വരികയാണ് എന്ന് കരുതി ഞാനും ഒന്ന് വേറെടുത്തു. അപ്പോൾ കുട്ടി ചോദിക്കുകയാണ്, സാർ ഇതിൽ ഏതെങ്കിലും പരീക്ഷയ്ക്ക് വരുമോ എന്ന്. അപ്പോൾ അതോടുകൂടി പരിപാടി അവസാനിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ കാര്യങ്ങൾ മാറ്റി തീർത്തൽ വിജയിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് ഒരു ഒരു ഉദ്യോഗസ്ഥ ലോബി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അവരിപ്പോഴും വളരെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ആശയങ്ങളൊന്നും പരിഗണിക്കപ്പെടാത്ത വിധത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് അത് വരുന്നു. ഒരു തരത്തിലുള്ള ബ്യൂറോക്രസിയുടെ അതീശത്വം നമുക്ക് ഇപ്പോൾ നമ്മുടെ ഇവിടെയും ദൃശ്യമാണ് എന്ന് നമുക്ക് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് സൂക്ഷ്മമായി മനസ്സിലാക്കാൻ പറ്റും. അക്കാദമിക്കലായിട്ടല്ല തീരുമാനങ്ങൾ പോകുന്നത്, അത് ഭരണപരമായിട്ടാണ്. അപ്പോൾ സ്വയം വിലയിരുത്തുക, പരസ്പരം വിലയിരുത്തുക, രക്ഷിതാവിന് ശേഖരിക്കുന്ന വിവരങ്ങൾ എന്നിവയുടെ എല്ലാം ഈ വിലയിരുത്തൽ നടക്കണം. നിരന്തര വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് ടീച്ചർ തനത് ഗവേഷണങ്ങളും അന്വേഷണവും നടക്കണം. ടീച്ചർ ഒരു സ്വതന്ത്ര ഗവേഷകരാണ്, ആക്ഷൻ റിസർച്ചാണ്. നിരന്തരമായി ഒരു കുട്ടി വൈകി വരുന്നത് പോലും ടീച്ചറുടെ റിസർച്ചാണ്. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നത്. ഒരു കുട്ടി പിന്നാക്കം പോയി, എന്തുകൊണ്ട്, അല്ല കുട്ടി വൈകി വരുന്നു, എന്തുകൊണ്ട്. അതിന് പെട്ടെന്ന് കാണുന്ന ഉത്തരങ്ങൾക്ക് അപ്പുറത്തുള്ള ശരികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ടീച്ചർ അതിനെ ഒരു ഗവേഷണമായിട്ട് ഏറ്റെടുക്കുകയും ഓടിക്കൊണ്ടിരിക്കുന്ന കാർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ റിപ്പയർ ചെയ്യുന്ന പോലെ അധ്യയനം നടക്കുന്നതിനിടയിൽ തന്നെ ഇതിൻ്റെ റിസർച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ട ഒരാളായിട്ടാണ് നമ്മൾ ടീച്ചറെ കാണുന്നത്. പക്ഷെ ഇന്ന് വന്ന് പരീക്ഷ എന്ന് പറയുന്ന ഒരു സത്വം, അല്ലെ, ഒരു ഭീതിതമായ സത്വമായിട്ട് അത് രൂപം പ്രാപിക്കുകയും
അത് നമ്മളുടെ മുഴുവൻ ശ്രമങ്ങളുടെയും ഒരു തടസ്സലയായിട്ട് മാറുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളിതെല്ലാം പറയുന്നതെന്ന് നോക്കണം. അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞു വന്നതെല്ലാം ഈ പരീക്ഷ എന്ന തടസ്സലെ തട്ടി തകരുന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ജ്ഞാനാർജനത്തിൻ്റെ കാര്യമൊന്നുമില്ല. വിജ്ഞാന സമൂഹം നവകേരളമൊക്കെ അവിടെ പ്രവർത്തിക്കില്ല. അവിടെ പ്രവർത്തിക്കുന്നത് വിവര സമാഹരണമാണ്. മാത്രമല്ല, ഈ വിമോചനത്തിന് ഉപാധിയാണ് വിദ്യാഭ്യാസം നമ്മൾ പറയുന്ന മുഴുവൻ ഒരുതരം അടിമത്വത്തിൻ്റെ ഉപാധിയാക്കിയിട്ട് ഇതിനകത്ത് മാറ്റി തീർക്കുകയും ചെയ്യുന്നത് നമുക്കിന്ന് കാണാൻ പറ്റും. അപ്പോൾ അത് പരീക്ഷ എന്ന പരമ്പരാഗത സങ്കല്പത്തിൽ നിന്ന് വിട്ടുമാറാൻ നമ്മുടെ സമൂഹത്തിന് ഒട്ടും പറ്റുന്നില്ല. അവിടെ ഇപ്പോഴും നമ്മൾ ഈ ഇവാലുവേഷൻ അസസ്മെൻറ്റ് തമ്മിലുള്ള വ്യത്യാസമൊക്കെ നമ്മുടെ അധ്യാപകർ പോലും എത്തുന്നതിന് വലിയ പ്രയാസമുണ്ട്. എപ്പോഴും ജഡ്ജ്മെൻറ്റിലായിരിക്കാനാണ് ആളുകൾക്ക് ഇഷ്ടം, അല്ലേ? നമ്മൾ മൂല്യനിർണ്ണയം എന്ന് പറയുമ്പോൾ മൂല്യം നിർണ്ണയിക്കുന്ന ഒരാളുണ്ട്, ന്യായാധിപനുണ്ട്. അയാൾ നിർണ്ണയിക്കുകയാണ് നീ കൊള്ളാം, നീ കൊള്ളൂല. ആ ഒരു അധികാരം മാറ്റുകയും വിലയിരുത്തി മെച്ചപ്പെടുത്താനുള്ള പിന്തുണ നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്നു. ഒരാളും മോശമല്ല, ഒരാളും സമൂഹത്തിന് വേണ്ടാത്തവരല്ല എന്ന് ആശയം ഉൾക്കൊള്ളുകയും ചെയ്യാന്ന് പറയുന്നൊരു മാനവികമായിട്ടുള്ളൊരു സങ്കല്പം ഒരു പൗരോഹിത്യത്തിൻ്റെ തുടർച്ചയായി വിവിധ അധികാരങ്ങളും സദാചാര ബോധവും പിന്തുടർന്ന് വന്ന വളരെ ചുരുക്കം കാലമായി മാത്രം രൂപപ്പെട്ട ഒരു പ്രൊഫഷണലായിട്ടുള്ള അധ്യാപക രംഗത്തുള്ളവർക്ക് ഏറ്റെടുക്കാൻ സാധിക്കുന്നില്ല. ആ പാരമ്പര്യ മൂല്യ സങ്കല്പം അവർക്ക് മുന്നോട്ട് പറ്റുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ ഈ വിലയിരുത്തലും അറിവും പിന്നെ എന്താ പറയുക, മൊത്തത്തിൽ സ്ഥാപനം പിന്തുടരുന്ന മര്യാദകളുമൊക്കെ ഈ ഒരു ഒരു നമ്മൾ ആസ്വദിച്ചു വരുന്ന അധികാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ആളുകളാണ്. അത് വിട്ടൊഴിയാൻ ആൾക്കാർക്കൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഈ പരീക്ഷ പുറത്തു പോയ കുറേ ആളുകൾ വെറുതെ ഇവിടെ വെച്ചെന്നേ ഉള്ളൂ. ഇവരൊക്കെ ഈ സ്കൂൾ ഉപേക്ഷിച്ച് പോയിട്ട് ലോകം കീഴടക്കിയ ഒരുപാട് ആൾക്കാരാണ്. ഇവരൊക്കെ വളരെ മോശക്കാരാണെന്നാണ് അധ്യാപകർ പലപ്പോഴും പറഞ്ഞത്. അതുകൊട്ടെ, അത് എല്ലാം പറയുന്നില്ല. മാത്രം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പ്രശ്നമുണ്ട്. ഇതൊരു ഒരു ഒരു സർവൈവൽ ബയാസ് കൂടി വന്നേക്കാം, അല്ലേ? ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെട്ട ആളെ ചൂണ്ടി കാണിച്ചിട്ട് സ്കൂൾ ഉപേക്ഷിച്ചവരൊക്കെ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് പഴയ നമ്മുടെ ഡീസ്കൂളിങ് സങ്കല്പമാണ്, ഇവാലുവേഷൻ്റെ. അപ്പോൾ ഡീസ്കൂളിങ് അല്ല, അപ്പോൾ അതുകൊണ്ട് ഒരു സർവൈവൽ ബയാസായിട്ട് എടുക്കരുത്. പക്ഷേ പ്രതിഭകളെ ഉൾക്കൊള്ളാൻ നമ്മുടെ ക്ലാസ്സും അധ്യാപകരും സജ്ജരല്ല എന്നുള്ള ഒരു പ്രശ്നം ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് മാറിയ കാലഘട്ടത്തിലെ കുട്ടികൾ അവരുടെ സ്വഭാവ സവിശേഷതയെക്കുറിച്ച് പഠനങ്ങൾ നടക്കുന്നു. അവരെപ്പോഴും കണക്റ്റഡ് ആയിരിക്കുന്നു. മൾട്ടി ടാസ്കിങ്ങിന് ശേഷിയുണ്ട്. സാമൂഹിക ബോധം കൂടുതലാണ്. ഇക്വാലിറ്റിയെക്കുറിച്ച് അവർക്ക് കൃത്യമായ സങ്കല്പങ്ങളുണ്ട്. പ്രത്യേകിച്ച് ജെൻഡർ സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ വളരെ മുന്നിലാണ്. പഴഞ്ചൊല്ലുകളൊന്നും അവർ പിന്തുടരുന്നില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുതുതലമുറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ അനുസരിച്ചുള്ള ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള അക്കാദമിക അന്തരീക്ഷം സൃഷ്ടിക്കാനും അതിനനുസരിച്ചുള്ള ഇൻപുട്ട് നൽകാനും കഴിയാത്ത ആളുകളായിട്ട് നമ്മുടെ വിദ്യാലയവും സ്ഥാപനവും ആ സ്ഥാപനത്തെ പിന്തുടരുന്ന ആളുകളായിട്ടുള്ള അധ്യാപക സമൂഹം നിലനിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ സി വി രാമന് ശേഷം ഒരു ഇന്ത്യക്കാരൻ എന്ന് പറയാൻ നൊബേൽ സമ്മാന ജേതാവ് സയൻസിൽ ഇല്ലാതെ പോകുന്നത് 80 വർഷത്തിനപ്പുറം നോക്കും. ഇവിടെ കഴിവുള്ള ആളുകൾ ഇല്ലാഞ്ഞിട്ടല്ല. അത് നമ്മൾ പിന്നെ ഇതിപ്പോൾ BBC-യുടെ ഒരു പണ്ട് വന്നൊരു അല്ല CNN-ൻ്റെ ഒരു ലേഖനമാണ്. അവർ പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഫ്രൂഗൽ ഡിസ്കവറിയുടെ ഒരു ഏറ്റവും വളക്കൂറുള്ള മണ്ണാണ്. സ്കൂളിൽ പോകാത്ത സാധാരണക്കാരായ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്ന പല മേഖലകളിൽ വരുന്ന ആളുകൾ നടത്തിയ കണ്ടെത്തൽ എടുത്തു നോക്കിയാൽ ഒരുപക്ഷെ ലോകത്തെ എവിടെ നടക്കുന്നതിനേക്കാൾ കൂടുതൽ കണ്ടെത്തൽ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഇതിനകത്ത് ആദ്യത്തെ മൻസൂർ സിംഗ് പ്രജാപതി എന്ന് പറയുന്ന ആൾ ഒരു പോട്ടറാണ് ഗുജറാത്തിൽ. അയാൾ ആ മണ്ണിൻ്റെ പ്രത്യേകത ഈ 2005 മറ്റോ ഗുജറാത്തിൽ ഭൂകമ്പമുണ്ടായപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട ആൾ കൂടിയാണ്. പുള്ളി അവിടുത്തെ ഒരു മണ്ണിൻ്റെ ഒരു പ്രത്യേകത തണുപ്പുണ്ടെന്ന് കണ്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചുരുട്ടി അതിലുള്ള തക്കാളിയൊക്കെ വെച്ച് നോക്കി 3 ദിവസം കേടാതെ ഇരുന്നപ്പോഴാണ് മൂപ്പർക്ക് തോന്നുന്നത് എന്നാൽ പിന്നെ ഫ്രിഡ്ജാക്കാം. അങ്ങനെ മൂപ്പർ കണ്ടുപിടിച്ച ഫ്രിഡ്ജാണ് മിട്ടിക്കൂൾ. നിങ്ങൾക്ക് വെറുതെ സെർച്ച് ചെയ്താൽ അത് ഇപ്പോൾ പേറ്റന്റഡ് ആണ്, 10,000 രൂപയ്ക്ക് വിൽക്കുകയാണ്. അപ്പോൾ ഈ മൻസൂർ സിംഗ് പ്രജാപതി ഉണ്ടാക്കിയ ഫ്രിഡ്ജാണ് മിട്ടിക്കൂൾ. അപ്പോൾ ഒരു എനർജി ആവശ്യമില്ല, മണ്ണ് കൊണ്ടുള്ള ഫ്രിഡ്ജാണ്. അതിന്ന് പേറ്റന്റഡാണ്, നമുക്ക് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് കാണാൻ പറ്റും. അതുപോലുള്ള എത്രയോ ഇത്ര കണ്ടെത്തലുകളാണ് നമ്മൾ ഫ്രൂഗൽ ഡിസ്കവറി എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇത് അങ്ങനെ വ്യത്യസ്തമായി ആലോചിക്കാനും നിരീക്ഷിക്കാനും കണ്ടെത്താനും കഴിവില്ലാത്ത ആൾക്കാരുള്ളതുകൊണ്ടല്ല. അങ്ങനെയുള്ള ആളുകളൊക്കെ സ്കൂളിൽ കൊണ്ട് നമ്മൾ അവരുടെ ശേഷികൾ ഇല്ലാതാക്കാനുള്ള വളരെ ഗൂഢമായൊരു പദ്ധതി നമ്മൾ പ്രാവർത്തികമാക്കുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെ. അത് പക്ഷേ വളരെ പുരോഗമനമായ വിദ്യാഭ്യാസമാണ് നൽകുന്നത് തെറ്റിദ്ധരിച്ചിട്ട് വലിയ കാശ് സ്റ്റേറ്റ് മുടക്കിയിട്ട് ആളുകളുടെ അന്വേഷിക്കാനും കണ്ടെത്താനുള്ള ശേഷികളെ മുഴുവനായിട്ട് എന്താ പറയുക, നശിപ്പിച്ച് കളയുന്ന പരിപാടിയാണ്, അല്ലേ? നമ്മുടെ എന്താ പിന്നെ ഭാവനാഗ്രന്ഥികളെ വന്ധ്യീകരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ ഒരു യഥാർത്ഥത്തിലുള്ളൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഞാനതിൻ്റെ ഒരു തല മാത്രമാണ് പറഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നത്. അതിസങ്കീർണമായിട്ടുള്ള പ്രശ്നമാണ്, പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്നൊന്നുമല്ല. അപ്പോൾ ഒന്ന്, ഇപ്പോഴും ഈ കൊളോണിയൽ ആയിട്ടുള്ള ഒരു സ്ഥാപനങ്ങളും അതിൻ്റെ പ്രവർത്തനവും അതിൻ്റെ ഘടനയും അത് നിലനിർത്തി പോകുന്ന മര്യാദകളും അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഡെമോക്രസി നടപ്പാക്കുന്നത്. ഡെമോക്രസി എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ പോലും നടപ്പാക്കാൻ വലിയ പ്രയാസമുള്ള കാര്യമാണ്. നമ്മൾ ഇടപെടുന്ന ഏറ്റവും സ്വകാര്യമായ
രണ്ടുപേർ തമ്മിലുള്ള ബന്ധത്തിൽ പോലും ഡെമോക്രസി നടപ്പാക്കി നമ്മൾ പലപ്പോഴും പരാജയപ്പെടുന്നത് സ്വന്തമായിട്ടൊന്നും വിഷയം നമുക്ക് മനസ്സിലാവും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കൊളോണിയൽ രീതി പിന്തുടരുന്ന സ്ഥാപനങ്ങൾക്കകത്തെ ഒരു സ്പേസിൽ ഒരു പ്രത്യേക സമയത്ത് നമ്മൾ ജനാധിപത്യം നടപ്പാക്കുക എന്നുള്ള പ്രശ്നം? അത് ഇപ്പോഴും അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഒരു ഫ്രെയിമിനകത്തേക്ക് ഒരു ഫ്രെയിം ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെ നടക്കണം, എന്തൊക്കെ നടക്കരുത്, എത്ര സമയം അതൊക്കെ നിർത്തിക്കുന്ന ആ ഫ്രെയിമിനകത്തേക്ക് അതിൽ ഫിറ്റാകാൻ ഒരു സാധ്യതയില്ലാത്ത സങ്കല്പങ്ങളെ നമ്മൾ കുത്തി നിറയ്ക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ മതനിരപേക്ഷത, ജനാധിപത്യം തുടങ്ങിയ സാധനങ്ങളൊക്കെ എവിടെയാണ് നമ്മൾ കുത്തിയിറക്കാൻ നോക്കുന്നത് വെച്ചാൽ, കേരളത്തിൻ്റെ പൊതുവിദ്യാലയത്തെക്കുറിച്ച് മാത്രമാണ് നമ്മൾ പറയുന്നത്. അതിൽ ഏകദേശം 60% എയ്ഡഡ് സ്ഥാപനങ്ങൾ നമുക്കറിയാം. അതിൽ മഹാഭൂരിപക്ഷവും മതങ്ങൾ നടന്ന സ്ഥാപനങ്ങൾ നമുക്കറിയാം. ആ ഫ്രെയിമിനകത്തേക്ക് വരെയാണ് നമ്മൾ ഈ മൂല്യങ്ങൾ എന്താ പറയുക നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മളുടെ ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം എന്താണെന്നുള്ള 1 മിനിറ്റ് ഒരു വീഡിയോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒറ്റ ചോദ്യം മതി ജീവിതം മാറാൻ എന്ന് നിങ്ങൾ വിചാരിക്കുന്നത്. അതല്ല, ഒറ്റ ചോദ്യം മതി ഇതിൻ്റെ പ്രശ്നം മനസ്സിലാവാനാണ്. ആ ചോദ്യം ഇതാണ്, A4 എന്നാണ് ചോദ്യം. കുറേ ആളുകളെങ്കിലും ആപ്പിൾ എന്ന് പറഞ്ഞില്ലേ? ആരും ആപ്പിൾ കണ്ടിട്ടില്ല. ആപ്പിൾ മരം ഇങ്ങനെ പ്രഭാതങ്ങളിൽ മഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ, സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ആപ്പിൾ മരത്തിൻ്റെ ആപ്പിൾ അല്ലെ ചുവന്ന ആപ്പിളിൽ ആ സൂര്യൻ പ്രതിഫലിക്കുന്നൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഉറുമ്പുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഒരു കുട്ടിയും ആൻഡ് എന്ന് പറയാതെ ആക്കുന്നതിലാണ് നമ്മുടെ ഈക്വലൈസേഷൻ നടക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരു ചോദ്യത്തിന് ഒരേ ഉത്തരം പറയുക എന്നുള്ളതാണ് ടീച്ചറുടെ വിജയം. അല്ലാതെ അവിടെ ഒരു അപ്ലിഫ്റ്റിങ്ങിനുള്ള സാധ്യതകൾ ഈ ഫ്രെയിമിനകത്ത് ഇല്ല എന്ന് തന്നെ പറയാം. ലൈഫ് സ്കില്ലിനെ കുറിച്ച് നമ്മളിപ്പം ഇപ്പോഴൊക്കെ പറയാൻ തുടങ്ങി. പക്ഷേ ഔട്ട്കം ആയിരുന്നു നമ്മുടെ പ്രധാന പ്രശ്നം. NEP-യിൽ അത് വളരെ നേരിട്ട് തന്നെ പറയുന്നുണ്ട് അല്ലേ? ലെസ് ഇൻപുട്ട് ആൻഡ് ഹൈ ഔട്ട്കം. ചിലവാക്കാൻ വലിയ പണമൊന്നും ഇതിനകത്ത് ചിലവാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് എല്ലാത്തിനും നാഷണൽ ഫണ്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോഴും 6% GDP-യുടെ 6% എന്നുള്ള കോത്താരി കമ്മീഷൻ്റെ നിർദ്ദേശം ഇനി നടപ്പായിട്ടില്ല. അപ്പോൾ പൈസ ഇതിനകത്ത് ചിലവാക്കാനോ അധ്യാപകരെ നിയമിക്കാനോ സ്ഥാപനം ഉണ്ടാക്കാനോ ഉദ്ദേശിക്കുന്നില്ല എന്ന് NEP പച്ചയായിട്ട് പറയുന്നത്. അപ്പോൾ ഈ അക്ഷരം അറിയാത്ത കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ നിങ്ങൾ 2-3 കാര്യം ചെയ്തു. ഒന്ന്, ഈ എക്സ് സർവീസ്മാന്മാർ നാട്ടിലൂടെ നടക്കുന്നുണ്ട്. അവരാണ് ഈ ഹിന്ദിയൊക്കെ ഇങ്ങനെ അവരെയൊക്കെ വിളിച്ച് പഠിപ്പിക്കുക. അങ്ങനെയുള്ള പരിപാടികളാണ് ഇത് പറയുന്നത്. വോളണ്ടറിസം അല്ലെ, ഫിലാന്ത്രോപ്പിക്കൽ, ജീവകാരുണ്യ പ്രവർത്തകരെ ഉപയോഗിക്കുക എന്നൊക്കെയാണ്. അപ്പോൾ ഔട്ട്കമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കുട്ടികൾക്ക് ഈ ലൈഫ് സ്കിൽ എന്ന് പറയുന്നത് ഒരു പ്രശ്നമുണ്ട്. കാരണം സ്കില്ലാണ് കോമ്പിറ്റൻസിയാണോ വേണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട്. കാരണം ചിലപ്പോൾ സ്കില്ലെന്ന് പറയുന്നതിന് ഇപ്പോൾ ഡ്രൈവിംഗ് എന്ന് പറയുന്ന ഒരു സ്കില്ലാണ്, നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ട്. പക്ഷേ ആ റോഡിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഒരു കോമ്പിറ്റൻസിയാണ്. അപ്പോൾ സ്കിൽഫുള്ളായ ആളുകൾ ചിലപ്പോൾ റോഡിൽ പ്രശ്നം ഉണ്ടാക്കി വെച്ചില്ല. കാരണം അവർ വളരെ സ്കിൽഡ് ഡ്രൈവേഴ്സ് ആയിരിക്കും. അവർ മറ്റുള്ളവർക്ക് വലിയ തലവേദന ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് സ്കില്ലിനേക്കാൾ നമ്മൾ കോമ്പിറ്റൻസിയിലേക്ക് കൂടി മൂന്നേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഒരു ഇൻഫർമേഷൻ ഇന്റർപ്രിട്ടേഷൻ ക്രിട്ടീക്ക് എന്നുള്ള തലത്തിൽ വിമർശനാവബോധത്തെ വളർത്തിക്കൊണ്ടുവരുന്ന കാര്യം ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നേയില്ല. യഥാർത്ഥത്തിൽ വിമർശനാവബോധത്തിൽ ഊന്നിയ വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടായിരുന്നു ആദ്യകാലത്തെ ഗംഭീര ചർച്ചകൾ. പൗലോ ഫ്രയറിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. പൗലോ ഫ്രയർ തന്നെ വിദ്യാഭ്യാസത്തിന്റെ രാഷ്ട്രീയത്തിൽ പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ ഇച്ഛ എന്താണോ അതനുസരിച്ചിട്ടാണ് ഇതെല്ലാം പ്രവർത്തിക്കുക. നിങ്ങളുടെ ഇച്ഛ ജനതയെ വിമോചനത്തിന്റെ പോരാളിലാക്കണമെന്നാണെങ്കിൽ അതിനനുസരിച്ചും, നിങ്ങളുടെ ഇച്ഛ വ്യവസ്ഥിതിയെ പിന്തുടരാക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ്. ഇപ്പോൾ ഏതാണ്ട് രണ്ടാമത് പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ ഭംഗിയായി പോകുന്നുണ്ട് നമുക്ക് തോന്നും. കാരണം വേറൊരു കൂട്ടർ വിചാരിച്ചത് വിമർശന അവബോധവും വിമർശന ചിന്ത എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ പെഡഗോജി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും വിമർശിക്കുക എന്നുള്ളതാണ്. അപ്പോൾ രാവിലെ വന്ന് കാണുന്നവരൊക്കെ വിമർശിച്ചാൽ വിമർശനാത്മക ബോധനമായ എന്താണ് അത്? ഇന്നുള്ള അറിവുകളെ ഇൻഫർമേഷൻ അതിനെടുക്കുക, അതിനെ സ്വന്തം അനുഭവങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് വ്യാഖ്യാനിക്കുക, നാളെ ഇത് എങ്ങനെയാവണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിമർശം, ക്രിട്ടീക്ക് മുന്നോട്ട് വെക്കുക എന്നുള്ളതാണല്ലോ ഇത്. അപ്പോൾ ഈ അർത്ഥത്തിൽ ഈ കാര്യങ്ങൾ ഇപ്പോൾ തീരെ ചർച്ച ചെയ്യപ്പെടാതെ പോയി. ഒരുപക്ഷെ പൗലോ ഫ്രയർക്ക് ശേഷം ഇത് മുന്നോട്ട് കൊണ്ടുപോയ ആളാണ് ബെൽ ഹുക്സ്, ഗ്ലോറിയ വാട്സ്കിൻസ് എന്ന് പറയുന്ന ആളുകൾ. അവരുടെ 2-3 പുസ്തകങ്ങളുണ്ട്, പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ ഫോർ ട്രാൻസ്ഗ്രസ് എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങളിൽ അവർ ഈ കാര്യങ്ങൾ കുറച്ചുകൂടി കാര്യമായിട്ട് വിശദീകരിക്കുന്നു. പക്ഷേ ആ ചർച്ചകൾ നമ്മൾ ഒരുപാട് പിന്നോട്ട് പോയി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. ഇത് ഞാനിപ്പോൾ വെറുതെ ഈ മെറ്റായോട് കുറച്ച് ചിത്രങ്ങൾ ഉണ്ടാക്കി തരാൻ മെറ്റായി ഉണ്ടാക്കി തന്ന ചിത്രങ്ങളാണ് ഇതെല്ലാം. ഈ ചിത്രങ്ങളെല്ലാം തന്നത് നമ്മൾ വാട്സാപ്പിൽ മെറ്റായി തന്ന ചിത്രങ്ങളാണ്. അപ്പോൾ ഈ ചൈൽഡ്ഹുഡ് എങ്ങനെയാണ് ഒരു സമൂഹത്തെ സ്വാധീനിക്കുന്നതെന്ന് ഉള്ളൊരു പുസ്തകമുണ്ട്, എറിക് എറിക്സന്റെ പഴയ പുസ്തകം. അപ്പോഴും പ്രസക്തമാണ്. എറിക് എറിക്സൺ അത് 8 തരത്തിലുള്ള ദ്വന്ദ്ങ്ങളായിട്ട് ജീവിതത്തെ വ്യാഖ്യാനിച്ച രസകരമായിട്ടുള്ള ചില മനഃശാസ്ത്ര സിദ്ധാന്തങ്ങളൊക്കെ മുന്നോട്ട് വെച്ചതാണ്. അപ്പോൾ പുള്ളി പറയുന്നുണ്ട് എങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ജനിച്ചു വീഴുമ്പോൾ മുലപ്പാലിനോടൊപ്പം കുട്ടികൾക്ക് കിട്ടുന്ന എന്താണ്? അപ്പോൾ ഈ കുടിക്കുന്ന വെള്ളത്തിലും ശ്വസിക്കുന്ന വായിലും നടക്കുന്ന മണ്ണിലും എല്ലാം
പലതരത്തിലുള്ള ആചാരനിബദ്ധമായ, ജാതീയമായ, മതാത്മകമായ ഒരു അന്തരീക്ഷം ചൂഴ്ന്നു നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ കുട്ടിയെ ഈ ഈ ശാസ്ത്രബോധത്തിൻ്റെ പാതയിലേക്ക് ഞാൻ ഈ പറഞ്ഞ വളരെ ചുരുങ്ങിയ സമയത്ത്, വളരെ ചുരുങ്ങിയ സ്പേസിൽ നിന്നുകൊണ്ട് നയിക്കുക എന്ന് പറയുന്നത് എപ്രകാരമാണ് സാധ്യമാകുക എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കുറെ കൂടി കാര്യമായിട്ട് ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഒരു വശത്ത് നമ്മളുടെ ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുന്ന ആളുകളുടെ ഒരു ചെറിയ സംഘം പരസ്പരം ഇത് പറഞ്ഞുകൊണ്ടേ പോവുകയും അപ്പുറത്ത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെയുള്ള പ്രവർത്തനം മുന്നോട്ട് പോവുകയും ചെയ്യും. ശാസ്ത്രജ്ഞന്മാർക്കിടയിലെ അന്ധവിശ്വാസം വളരെ പ്രസിദ്ധമാണ്. അതിനെക്കുറിച്ച് ഒരുപാട് പുസ്തകങ്ങളും പഠനങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. എന്താ പറയുക, പിന്നെ ഫിലോസഫി സ്റ്റോൺ അന്വേഷിച്ച് നടന്ന ആളുകൂടിയാണ് ഐസക് ന്യൂട്ടൻ എന്ന് പറയാം. അതെ, പുള്ളി ആൽക്കമിയിലെ വിശ്വസിച്ചിരുന്ന ആളായിട്ട്. പിന്നെ അതിൻ്റെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മളിപ്പോൾ സാധാരണ പറയും ശാസ്ത്രജ്ഞന്മാരുടെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ ISRO റോക്കറ്റ് വിട്ട കാര്യം നമ്മൾ പറയും അവരുടെ സയന്റിസ്റ്റ് എന്ന് പറയുന്നത് അവരുടെ ഡെസിഗ്നേഷനാണ്, അല്ലെ, അവരുടെ ഒരു സ്ഥാനപ്പേരാണ്, അല്ലാതെ അവർ യഥാർത്ഥ ടെക്നോക്രാറ്റ്സ് ആയിരിക്കും എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ ലോകം ആദരിക്കുന്ന ഏറ്റവും പ്രഗത്ഭരായ ശാസ്ത്രജ്ഞരുടെ ജീവിതത്തിൽ പരിശോധിച്ചാൽ അവർ പിന്തുടരുന്ന അന്ധവിശ്വാസങ്ങളെ കുറിച്ചിട്ടും ഉള്ള ഒരുപാട് ലേഖനങ്ങളും പുസ്തകങ്ങളും ഉണ്ട്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവർ ഏത് മേഖലയിലായിരുന്നോ അവർ സയന്റിസ്റ്റ് എന്നുള്ള രൂപത്തിൽ ലോകത്തിന്റെ അംഗീകാരം നേടിയത്, ആ മേഖലയിൽ തന്നെ അവർക്ക് അന്ധവിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ് അതിന്റെ പ്രത്യേകത. ഇപ്പോൾ പിന്നെ മേരി ക്യൂറി ഈ ടെസ്റ്റ് ട്യൂബ് പോലുള്ള സാധനത്തിനകത്ത് റേഡിയോ ആക്റ്റീവ് ഇട്ടിട്ട് ആഭരണം പോലെ ജ്വല്ലറി ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ടെസ്ല പിന്നെ എഞ്ചിനീയറിംഗ് ബേസിക്, പക്ഷെ 3 എന്ന സംഖ്യയോട് പുള്ളിക്ക് ഭയങ്കര അത് മൂപ്പർക്ക് അതിനകത്ത് വിട്ടുവീഴ്ചയില്ല. ഗലീലിയോ ഹോറോസ്കോപ്പ് ഉണ്ടാക്കി ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ കൊടുക്കുന്ന ആളായിരുന്നു. അങ്ങനെയൊക്കെയുള്ള പഠനങ്ങളും പുസ്തകങ്ങളും ധാരാളം ഇവർ പ്രവൃത്തിയെ കുറിച്ചിട്ട് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിനൊക്കെ അവസാനം പറയുന്ന കാര്യങ്ങൾ അല്ലേ, ചിലരിപ്പം നമ്മുടെ വാട്സൺ എന്ന് പറയുന്ന ആൾക്കാർ, പുള്ളിക്ക് ടൈ ആയിരുന്നു, പുള്ളിയുടെ ഒരു ടൈ ആണ് പുള്ളിയുടെ ഭാഗ്യം. അതേസമയത്ത് ഐൻസ്റ്റീന് സോക്സ് ആയിരുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവരൊക്കെ ചൂഴുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്ന 2 കാര്യങ്ങളാണ് പറയുന്നുണ്ടാവുന്നത്. ഒന്ന് സ്ട്രെസ്, 2 അൺസർട്ടനിറ്റി. എന്തുകൊണ്ടാണ് ആളുകളെ ഇത് പിന്തുടരാൻ തുടങ്ങുന്നുള്ള പഠനങ്ങൾ അവസാനം എത്തിച്ചേരുന്ന കൺക്ലൂഷൻ ഇതാണ്: സ്ട്രെസ് ആൻഡ് അൺസർട്ടനിറ്റി. അവിടെ ഇതൊക്കെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ശാസ്ത്രജ്ഞർ എന്ന് നമ്മൾ പറയുന്ന ആളുകളുടെയും അന്ധവിശ്വാസമുള്ള ഇത്തരം കാര്യങ്ങളുള്ള ഒരു സമൂഹത്തിൽ സാധാരണ മനുഷ്യരെ മുഴുവൻ അടിമുടി ചൂഴ്ന്നുകൊണ്ട് ഇത് നിൽക്കുന്ന ഒരു സമൂഹത്തിനിടയിൽ, അപ്പോൾ ശാസ്ത്രജ്ഞന്മാർക്കുള്ള ഒരു പ്രത്യേകതയായിട്ട് ശാസ്ത്രബോധത്തെ പറയാൻ പറ്റില്ല. സയൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉത്തരവുണ്ട്. വാട്ട് ഈസ് സയൻസ് എന്ന് പറഞ്ഞാൽ സയൻസ് ഈസ് വാട്ട് സയന്റിസ്റ്റ് ഡു എന്നുള്ളൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വിസ്തീർണം നമ്മൾ പറയാറുണ്ട്. അത് ശരിയാണ് തന്നെ, അതിനകത്ത് തെറ്റില്ല, കാരണം ശാസ്ത്രീയമായി ചെയ്യുന്നതാണ്. പക്ഷേ ശാസ്ത്രബോധം എന്താണെന്ന് വെച്ചാൽ ശാസ്ത്രജ്ഞന്മാർ പുലർത്തുന്ന ഒരു പ്രത്യേകതയാണെന്ന് പറയാനേ കഴിയില്ല. അപ്പോൾ അങ്ങനെ സമൂഹമില്ല. അപ്പോൾ അങ്ങനെ നോക്കി കഴിയുമ്പോൾ ശാസ്ത്രബോധം എന്താണ്, എവിടെയാണുള്ളത്, എവിടെയാണ് പ്രവർത്തിക്കുന്നത് ചോദിച്ചാൽ നമുക്കൊരു ഉദാഹരണം കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, ഇത് പറഞ്ഞു കൊടുക്കാനോ ഇത് അനുഭവപ്പെടുത്തി കൊടുക്കാനോ പറ്റില്ല. മറ്റേ മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയിൽ ഫോട്ടോഗ്രാഫറെ അച്ഛൻ മകനോട് പറയുന്നത്, ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ല, പഠിക്കാനേ പറ്റുന്നുണ്ട്. ഇത് പഠിപ്പിച്ച് വഴി തെളിച്ചു കൊടുക്കാനും ചില സാധ്യത ഉണ്ടാക്കിയിടാനല്ലേ പറ്റും, പഠിക്കാൻ പറ്റും. പക്ഷെ ഇതിനിടയിലും ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് എന്നുള്ളത് വലിയ കാര്യമായിട്ട് കാണാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറേ പഠനങ്ങളുണ്ട്, അത് കുറച്ചൊക്കെ. അപ്പോൾ എന്താണ് മാറേണ്ടത് എന്ന് ചോദിച്ചാൽ, സിസ്റ്റമാണോ, കരിക്കുലമാണോ, ടെക്സ്റ്റ് ബുക്കാണോ, ആറ്റിറ്റ്യൂഡാണോ എന്നുള്ള ചോദ്യമുണ്ട്. ആറ്റിറ്റ്യൂഡാണ് മാറേണ്ടതെന്ന് നമുക്കറിയാം. പക്ഷെ അതിനെ മാറ്റുക എന്നുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ എത്രമാത്രം സാധ്യമാണ്, അതിനുള്ള സ്പേസിനെ, സമയത്തെ എങ്ങനെ കൂട്ടാൻ പറ്റും, എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇവിടെ അവസാനം നമ്മൾ എത്തിച്ചേരുന്ന വീണ്ടും നമ്മൾ കേന്ദ്രീകരിക്കുന്നുള്ള ടീച്ചർ തന്നെയാണ്. കാരണം ഈ പറഞ്ഞ പോലെയുള്ള ഒരു പഠനാന്തരീക്ഷം സൃഷ്ടിക്കുന്നത്, ഈ ലേണിംഗ് പ്രോസസ്സ് എന്തായിരിക്കണം ആദ്യാവസാനം ക്ലാസ്സിൽ നടക്കേണ്ടതെന്ന് ആത്യന്തികമായി തീരുമാനിക്കുന്നു. അതിൻ്റെ വിലയിരുത്തൽ നടത്തേണ്ടത് ഒരു വ്യക്തിയിലേക്ക് വരുമ്പോൾ അത് ടീച്ചറാണ്. അപ്പോൾ എത്രയൊക്കെ മനോഹരമായ പാഠ്യപദ്ധതി ഉണ്ടെങ്കിലും, എത്രയോ മനോഹരമായിട്ടുള്ള ഡോക്യുമെന്റുകൾ ഉണ്ടെങ്കിലും അത് പ്രവർത്തിക്കേണ്ടത് ഇവരിലൂടെയാണ്. അപ്പോൾ നമുക്കറിയാം, ഏകദേശം 2 ലക്ഷത്തോളം വരുന്ന പൊതുവിദ്യാഭ്യാസ മേഖലയിലെ അധ്യാപകർ നമ്മൾ ആകെ എടുത്ത് നോക്കിയാൽ പണ്ട് പരിഷത്തിൽ പഠനം നടത്തിയിട്ടെന്ന് തോന്നുന്നു, എവിടെയോ ഒരു വഴക്കുണ്ട്. ഒരു 20% താഴെ ആളുകളാണ് പുതിയ പാഠ്യപദ്ധതിയുടെ രീതികളെ അംഗീകരിക്കുക, ഏറ്റെടുക്കുകയും ചെയ്തത്. അപ്പോൾ അത്ര പോലും ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അങ്ങനെ വളരെ ചുരുങ്ങിയ മേഖലകളിൽ, വളരെ ചുരുങ്ങിയ ഇടങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ കാണിച്ചുകൊണ്ട് ഇതുപോലെ ഇതുപോലെ നടക്കും എന്ന് പറയുമ്പോൾ ഈ സാഹചര്യത്തിൽ നടക്കാൻ സാധ്യതയുണ്ടോ? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അവിടെ ഇടപെടേണ്ടത്? എങ്ങനെയാണ് അല്പങ്ങളിൽ വ്യാപിപ്പിക്കാൻ കഴിയും, അല്ലേ? പ്രത്യേകിച്ചൊരു പോപ്പുലിസം ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, ലളിതയുക്തി ആളുകൾ ഇത്രമേൽ ഇഷ്ടപ്പെടുന്ന ഒരു കാലത്ത്
ആഴത്തിലുള്ള വിശകലനങ്ങളും ശാസ്ത്രീയമായ ചിന്താഗതിയും പറയുന്നവർ, യുക്തിവാദികൾ എന്നൊക്കെ പറയുന്നവർ, ഒരു പണ്ട് കുഷ്ഠരോഗി എന്നൊക്കെ പറയുന്ന പോലെ നീചന്മാരും നികിഷ്ടന്മാരുമായിട്ടൊക്കെ പെട്ടുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു സമയത്ത് എന്തായിരിക്കും ഇതിൻ്റെ ഒരു പ്രതിവിധി, എങ്ങനെയായിരിക്കും ഇടപെടേണ്ടതെന്നുള്ളത് വലിയ വലിയ ചോദ്യമാണ്. എന്താണെങ്കിലും ടീച്ചർ എന്ന് പറയുന്നത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു സംശയമില്ല. അപ്പോൾ ആൾ പറയും, പിന്നെ വയനാട് ജില്ലയിലെ ഈ പുതിയ പാഠ്യപദ്ധതി പരിഷ്കരണം ബന്ധപ്പെട്ട് നടന്ന ഒരു ചർച്ചയിൽ ഞാൻ അവരോട് സംസാരിച്ചു. ചർച്ചയുടെ സമയത്ത് സാറ് പറഞ്ഞു, MSc കെമിസ്ട്രി കഴിഞ്ഞ ഒരു ടീച്ചർ പിന്നെ ജോയിൻ ചെയ്യാൻ വന്നപ്പോൾ, അല്ല ഫിസിക്സ് കഴിഞ്ഞ ഒരു ടീച്ചർ ജോയിൻ ചെയ്യാൻ വന്നപ്പോൾ സന്തോഷിച്ചു. കുറേ കാലമായിട്ട് എക്സ്ട്രാ വർക്ക് ഞങ്ങളൊക്കെ പോയി ഫിസിക്സ് പഠിപ്പിക്കാനായിരുന്നു, ടീച്ചർ വന്നില്ലെന്ന് വിചാരിച്ചു. ടീച്ചർ വന്ന പാടെ പിന്നെ പ്രധാന അധ്യാപകൻ അവരെ സ്വാഗതം ചെയ്തു. ടീച്ചറെ സന്തോഷം, വരൂ, ഇതാ ഒപ്പിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഞാൻ ക്ലാസ്സിൽ പോയി പഠിപ്പിക്കാം, ഒപ്പ് ഞാൻ 12 മണി കഴിഞ്ഞിട്ട് ഇടും, ഒപ്പിടാൻ 12 മണി കഴിഞ്ഞാൽ ഇടും എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനൊന്നും ആളുകളെ, അപ്പോൾ ശാസ്ത്രാധ്യാപകർക്ക് ശാസ്ത്രബോധമില്ല എന്നുള്ള ഒരു പോപ്പുലിസ്റ്റ് ചിന്തയിലേക്ക് നമ്മൾ വീഴും. അത് ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം വൈക്കോല് കെട്ടാനെടുക്കുന്ന കയറ് വൈക്കോല് തന്നെ ആയതുകൊണ്ട് സമൂഹത്തിൻ്റെ പല ഭാഗത്തുനിന്ന് പലതരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന ആളുകളായതുകൊണ്ട് അവരിലതുണ്ടാകും. അപ്പോൾ സമൂഹത്തെ കൂടി മാറ്റി തീർക്കുന്ന തരത്തിലുള്ള ഇടപെടലിൽ ഇതുണ്ടാകും. അപ്പോൾ ടീച്ചേഴ്സിന് മാത്രമായിട്ട്, കുട്ടികളെ മാത്രമായിട്ട്, വിദ്യാഭ്യാസത്തെ മാത്രമായിട്ട്, അത് പൊതുവിദ്യാഭ്യാസത്തെ മാത്രമായിട്ട്, അത് പൊതുവിദ്യാഭ്യാസം തന്നെ ഗവൺമെൻറ് നിലവിലുള്ള 40% താഴെയുള്ള സ്കൂളുകളിൽ സയൻസ് പഠിപ്പിക്കുന്ന 45 മിനിറ്റ്, അരമണിക്കൂർ മാത്രമായിട്ട് ശാസ്ത്രബോധം ഉണ്ടാക്കുക എന്നുള്ള വിശ്വാസമാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസം. എന്താണെങ്കിലും ഹൈ ക്വാളിറ്റി ടീച്ചേഴ്സ് തന്നെയാണ് ഈ മാറ്റങ്ങളുടെ ഒരു മുൻനിരയിൽ നിന്നെന്നുള്ളതിന് നമുക്ക് ചരിത്രത്തിൽ ഒരുപാട് തെളിവുകളുണ്ട്. ഒരുപക്ഷെ ശാസ്ത്രജ്ഞരൊന്നും ഇങ്ങനെ കൂടെ നിന്നിട്ടില്ല കേട്ടോ, ആ ചരിത്രം നമുക്കറിയാം. ഇപ്പോൾ വളരെ ചുരുങ്ങിയൊരു കാലത്തെ ചരിത്രമല്ലേ ഈ സയൻറ്റിഫിക് ടെമ്പർമെൻ്റ് ഉണ്ട്. 46 ഡിസ്കവറി ഓഫ് ഇന്ത്യയിലാണല്ലോ നെഹ്റു ഈ വാക്ക് ഉപയോഗിക്കാനും വിശദീകരിക്കുകയും ചെയ്തു. അതിനുശേഷം നെഹ്റു തന്നെ ഒരു സംഘത്തെ ഉണ്ടാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട കഥ ഞാൻ പഠിച്ച് വായിക്കുകയുണ്ടായി. അസോസിയേഷൻ ഓഫ് സയൻറ്റിഫിക് വർക്കേഴ്സ് ഇൻ ഇന്ത്യ എന്ന മറ്റായിരുന്നു എൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ തകർച്ച നെഹ്റുവിനെ പോലും അമ്പരിപ്പിക്കുന്ന വേഗത്തിലായിരുന്നു എന്നാണ്. അതോട് ചേർന്ന് നിൽക്കാൻ നമ്മുടെ നാട്ടിലെ ശാസ്ത്രജ്ഞരൊന്നും തയ്യാറായിരുന്നില്ല. അതിനുശേഷം അത്തരം ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സൊസൈറ്റി ഫോർ സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞിട്ട് സൊസൈറ്റി ഉണ്ടാക്കാൻ സതീഷ് ധവാനും പുഷ്പ ഭാർഗവ അങ്ങനെ ഉള്ള ആളുകളൊക്കെ ശ്രമിക്കുകയും അത് പരാജയപ്പെട്ടു പോയതിനെ കുറിച്ചിട്ടും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് പരാജയപ്പെടാൻ പ്രധാന കാരണം എന്ന് പറയുന്നത്, അതിൽ ചേരുമ്പോൾ സയൻറ്റിസ്റ്റ്, ശാസ്ത്രജ്ഞർ എഴുതി കൊടുക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങളുടെ പരിഹാരം മനുഷ്യന്മാർ അധ്വാനിച്ച് കണ്ടെത്തിയാൽ മാത്രമേ ഉണ്ടാവൂ, അതീന്ദ്രിയമായ ഒരു ശക്തി ഇതൊന്നും പരിഹരിക്കില്ല എന്നൊരു വാചകമുണ്ട്. അത് എഴുതാൻ ഇന്ത്യയിൽ ഒരു ശാസ്ത്രജ്ഞർ തയ്യാറായിരുന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ സംഗതി മുന്നോട്ട് പോയത്. അപ്പോൾ അങ്ങനെ തോന്നുന്നു. അത് നെഹ്റുവിൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, അന്നത്തെ ഇന്ത്യയിലെ പ്രധാന ദിവ്യൻ താങ്കളെ കാണാൻ വരുന്ന പറഞ്ഞപ്പോൾ മൂപ്പര് പറഞ്ഞത്, അയാൾ ആ മൈതാനത്ത് വന്നിട്ട് കുറച്ച് ഈ പിന്നെ ആപ്പിളും ലഡുവൊക്കെ എടുക്കുന്നതിന് പകരം കുറച്ച് ചാക്ക് ഗോതമ്പും അരിയൊക്കെ എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കുമെന്നാണ്. അന്ന് ദിവ്യൻ അപമാനിക്കപ്പെട്ടു. പക്ഷേ ഇന്ത്യയിൽ ആദ്യമായും അവസാനമായും പ്രധാനമന്ത്രിയാൽ അപമാനിക്കപ്പെട്ട ആ ദിവ്യനോട് കടം വീട്ടാൻ വേണ്ടി ഇവരാവശ്യപ്പെടാതെ തന്നെ അവരുടെ കാൽക്കൽ പോയി വീണ് കിടക്കുന്ന പ്രധാനമന്ത്രിമാരും നേതാക്കന്മാരുടെ രാജ്യമായി നമ്മുടെ രാജ്യം മാറി. അങ്ങനെ നമ്മൾ അതിന് പകരം വീട്ടി. അപ്പോൾ ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, എവിടെ നോക്കിയാലും ഇവർ ഉണ്ട്, കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഇത് നടന്നിട്ടുള്ളതെന്നുള്ള ഇത് ചരിത്രമാണ്. അപ്പം അത്രയേറെ കഠിനമായിട്ടുള്ളൊരു സംഗതിയാണെന്നുള്ളത്. എങ്കിലും നമ്മൾ അധ്യാപകരെ കുറിച്ച് നമ്മൾ കുറേ കൂടി ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കേണ്ടത് വിചാരിക്കുന്നത്. കാരണം ഈ പറഞ്ഞതുപോലെ മതവും ആചാരങ്ങളൊക്കെ ഉണ്ടായിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളായെങ്കിലും ശാസ്ത്ര വിപ്ലവം നടന്ന 5 വർഷങ്ങളായിട്ടും അല്ലേ, ലിങ്കനുണ്ടായിട്ട് 10-20 കൊല്ലമായിട്ടുള്ളൂ. അപ്പോൾ ഇതിനിടയിൽ ഈ കാര്യങ്ങൾ കുറേയൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അത്ര മോശം എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട് എന്ന് നമുക്കറിയാം. ഇപ്പോഴും ഈ കാര്യങ്ങൾ കേൾക്കാനും അല്ലേ, ഇതിനെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതി അത് വായിക്കാനും ഒക്കെയുള്ള ഒരു തരത്തിൽ നോക്കിയാൽ ഒരു അന്തർദേശീയ അഭിരുചിയും കാഴ്ചപ്പാടുള്ള ഒരു സമൂഹമായിട്ട് മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിനകത്ത് നമ്മുടെ സാക്ഷരതാ പ്രവർത്തനം പോലുള്ള ചരിത്രാനുഭവങ്ങൾ വളരെ പ്രധാനമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെന്നും എല്ലാ ജനതയും രൂപപ്പെടുന്ന ഒരു ചരിത്രാനുഭവങ്ങൾ പങ്കിട്ട് നമുക്കറിയാം. ദാരിദ്ര്യവും പട്ടിണിയും യുദ്ധങ്ങളും നടന്ന ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു പ്രദേശത്തുള്ള അതിൻ്റെ പിൻതലമുറ അതിൻ്റെ മുറിവുകൾ ആഴത്തിലുണ്ടാകുന്ന പോലെ ഇത്തരത്തിലുള്ള മുന്നേറ്റം നടന്ന ഒരു സമൂഹം ആയതുകൊണ്ട് അതിൻ്റെ വെളിച്ചം നമ്മുടെ നാടുകളിൽ അവിടെ എവിടെയൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ഏറ്റവും പ്രതീക്ഷ നൽകുന്നതാണ്. ആ ചരിത്രാനുഭവം നമ്മളെ മുന്നോട്ട് നയിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയിൽ ഞാനിത് തൽക്കാലം അവസാനിപ്പിക്കുന്നു. നന്ദി.